വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഈ ഗോസ്പൽ TV UP എന്ന ചാനലിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി ജോസഫ് ആണ്. ദൈവരാജ്യവും പൈശാചിക രാജ്യവും മനുഷ്യരിൽ, അതിന്റെ ഘടനയും പ്രവർത്തനവും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇന്ന് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പാസ്റ്റർ ഷാജി ജോസഫ് പാസ്റ്ററെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഭൂമിയിൽ അല്പകാലം മാത്രം അങ്ങ് ഞങ്ങളെ അനുവദിച്ചു. ക്രിസ്തു എങ്ങനെ ഭൂമിയിൽ അങ്ങയുടെ ശരീരമായി ജീവിച്ചു, അതേപോലെ ക്രിസ്തുവിൽ ഞങ്ങളും അങ്ങയുടെ ശരീരമായി ജീവിപ്പാൻ ക്രിസ്തുവിൽ ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളിൽ ജീവിപ്പാനും ഞങ്ങളിലൂടെ ജീവിപ്പാനും ക്രിസ്തുവെ പോലെ തന്നെ ക്രിസ്തുവിതാ ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. ഈ ശുശ്രൂഷ അങ്ങയുടെ ചിന്തകൾ അങ്ങയുടെ ആത്മാവാൽ തിരിച്ചറിഞ്ഞ് അത് ഈ ബ്രോഡ്കാസ്റ്റിലൂടെ അറിയിച്ച് ഈ ലോകത്തിന്റെ പ്രകാശമായി തീരുവാൻ അങ്ങ് ഞങ്ങളെ നിയമിച്ചാക്കിയിരിക്കുമ്പോൾ അതൊരു വലിയൊരു പ്രിവിലേജായി കണ്ടുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ചിന്തകൾക്ക് ഒട്ടും പുറകെ നിൽക്കാതെ ഒപ്പത്തിനൊപ്പം അത് ജനത്തിലെത്തിപ്പാൻ ഞങ്ങളെ ഉപയോഗിച്ചാണ്, ഈ ബ്രോഡ്കാസ്റ്റ് ഉപയോഗിച്ചാണ്. എന്റെ ജീവിതത്തിൽ ധാരാളം കുറവുകളുണ്ട്. എന്നാൽ കുറവുകളില്ലാത്ത ഒരു തലയായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നതിനായി സ്തോത്രം. പിതാവേ, ഈ ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും കൂട്ടായിരിക്കണം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവരുടെ മനസ്സുകൾ പല പല ഭാരത്താലും പ്രയാസങ്ങളാലും വേദനകളാലും ഒക്കെ ഞെരുക്കപ്പെട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അങ്ങവരെ വിടുവിച്ച് ഈ വചനം, ഈ പ്രകാശം അവർക്ക് ലഭിക്കാൻ തക്കവണ്ണം അങ്ങനെയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്ന ഈ ഗോസ്പൽ TV ചാനലിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മുഖാന്തരങ്ങളൊക്കെ അങ്ങ് അനുഗ്രഹിച്ചാണ്. കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഞാൻ അങ്ങയുടേത് മാത്രമല്ലോ, ക്രിസ്തുവിന്റെ അവയവമായി അങ്ങയുടെ ശരീരമായി ഉപയോഗിച്ചാണ്. അങ്ങേക്ക് ഇഷ്ടമുള്ള രീതിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, വീണ്ടും ദൈവത്തിന്റെ തിരുവചനവുമായുള്ള ബന്ധത്തിൽ ഈ ചാനലിലൂടെ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വളരെ ചുരുക്കമായി മാത്രം കേൾക്കുന്ന സബ്ജക്റ്റാണ്. പൈശാചിക രാജ്യവും മനുഷ്യർ, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഘടന എങ്ങനെയാണ്? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അതിലേക്കൊക്കെ നാം എത്തുന്നതിന് മുമ്പ് ചില കോളങ്ങൾ, പില്ലറുകൾ ഒക്കെ വാർക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ മേൽക്കൂരയൊക്കെ വാർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോ അധികമാരും കേട്ടിട്ടില്ലാത്ത വിഷയങ്ങൾ ദൈവത്തിന്റെ മഹാകരുണയാൽ നാം കേൾക്കുവാനിടയാകുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അപ്പൊ അങ്ങ് എങ്ങനെ ഇത് ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു, അതേപോലെ തന്നെ ഞാൻ ഇത് മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. കാരണം ഈ ദൈവരാജ്യ വചനങ്ങൾ ദൈവം എല്ലാവർക്കും കൊടുക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കർത്താവ് യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, നീ എന്തുകൊണ്ടാണ് ഉപമകളായി സംസാരിക്കുന്നത് എന്ന് മത്തായി 13 ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഇതറിയാൻ വരം കിട്ടിയിരിക്കുന്നു, അവർക്കോ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതെല്ലാവർക്കും ഇല്ല ഈ സംഭവം. അപ്പൊ കിട്ടാത്തവൻ ഇത് തെറ്റാണെന്നും ദുരുപദേശമാണെന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ദൈവസന്നിധിയിൽ താഴുക, ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇടയാവും.
എന്നിട്ട് കർത്താവ് പറയാണ്, എന്തുകൊണ്ടാണ് ഉപമകളായി സംസാരിക്കുന്നത്? അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതെയും ചെവി കൊണ്ട് കേട്ടിട്ടും, അതായത് അനേക പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും ഹൃദയം കൊണ്ട് കാണുന്നില്ല. അവർ ഹൃദയം ഇരിക്കേണ്ടതിന് ഞാൻ ഇത് ഉപമകളായി എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് തിരിയുന്നവർക്ക് ആയുസ് സ്തോത്രം. ഇതിൽ ട്യൂൺ ചെയ്യപ്പെടുവാൻ ഇടയായവർ അനുഗ്രഹീതരാണ്, ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ നാം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നു. ഈ പറഞ്ഞ ദൈവരാജ്യവും മനുഷ്യർക്ക് അറിയത്തില്ല, പൈശാചിക രാജ്യവും അറിയത്തില്ല. അവർക്ക് ആകപ്പാട് അറിയാവുന്ന മനുഷ്യരാജ്യമുള്ളൂ. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ ബൈബിളിൽ ഈ 3 രാജ്യത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നാം കേട്ടായിരുന്നു. കേൾക്കാത്തവരത് പോയി കേൾക്കണം കേട്ടോ. 3 രാജ്യത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാമോ? അവസാനം നാം കടക്കേണ്ട രാജ്യം ഏതാണെന്നറിയാമോ? ഈ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ദൈവരാജ്യത്തിലേക്ക് കടക്കേണ്ടത്. രാജാവ് തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം, കിങ്ഡം അവകാശമാക്കി കൊള്ളുക. അത് ദൈവരാജ്യമാണ്. അതാണ് ബൈബിളിലെ കാതലായ സബ്ജക്റ്റ്. നിങ്ങൾക്കറിയാം, ബൈബിളില് നമ്മൾ കാണുന്ന ഈ ഭൂമിയിൽ കടന്നു വന്ന ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അദ്ദേഹം പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്ത സബ്ജക്റ്റ് ഏതാണെന്നറിയാമോ? പറഞ്ഞു. പ്രാർത്ഥന, ആരാധനയാണോ അതോ സയൻസ് ആണോ? ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി തെരഞ്ഞെടുത്ത സബ്ജക്റ്റ് ആണ്. അദ്ദേഹം തെരഞ്ഞെടുത്തതല്ല, അദ്ദേഹം പറയാണ്, എന്നെ ഏൽപ്പിച്ചതാ ഇത് പറയാൻ. ആ സബ്ജക്റ്റിന്റെ പേരാണ് ദൈവരാജ്യം. അതിൻ്റെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ട്, ആരാധനയൊക്കെ ഉണ്ട്. സബ്ജക്റ്റ് ദൈവരാജ്യം. ഇന്ന് പിശാച് മറച്ചു കളയുന്ന ആ സബ്ജക്റ്റാണ്. സഭകളിൽ തന്നെ പ്രസംഗിക്കാത്ത സബ്ജക്റ്റാണ്. പലപ്പോഴും ഏതെങ്കിലും ദേവദാസൻ ഈ മാലപ്പടക്കം പൊട്ടുമ്പോ പടപടപടപടയെന്ന് പൊട്ടുമ്പോ ഇടയ്ക്ക് ഒരു ഗുണ്ടുണ്ടാവുമല്ലോ, അതേപോലെ ദൈവരാജ്യം എന്ന് പറഞ്ഞങ്ങ് പോകും. എന്താ ദൈവരാജ്യം എന്നോ ഇതൊന്നും അറിയില്ല. ഇത് എന്റെ അഭിപ്രായമല്ല. ഇന്നൊരു വയോധികനായ വ്യക്തി എന്റെ വണ്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം പല സഭകൾ കയറി ഇറങ്ങിയതാണ്. ദൈവരാജ്യ സുവിശേഷം കേട്ടില്ല. അദ്ദേഹമായിരുന്ന സഭയിൽ കേട്ടത് ഇങ്ങനെയാണ്, വല്ലപ്പോഴൊക്കെ ദൈവരാജ്യം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും പ്രസംഗത്തിന്റെ ഇടയിൽ. അല്ലാതെ ദൈവരാജ്യം എന്താണെന്നോ ഒന്നും അറിയില്ല. കാരണം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി പ്രസംഗിച്ച സബ്ജക്റ്റ് അവർക്ക് അറിയില്ല. അപ്പൊ മനുഷ്യന് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. ഇനി പൈശാചികരായ ഇതേക്കുറിച്ച് ഒട്ടുമില്ല. അകപ്പാടെ അവർ പറയുന്ന നല്ലൊരു പങ്ക് പോരാട്ടം പോരാട്ടം പോരാട്ടം. അകപ്പാട് അറിയാവുന്ന മനുഷ്യരാജ്യത്തെ കുറിച്ച്. അപ്പൊ മനുഷ്യന് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തിൽ നാം കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ രാജ്യത്തെ കുറിച്ച് നമുക്കറിയാം. ഭൗതിക രാജ്യം, ഭൂമിയിലെ ഇന്ത്യ, ചൈന, നമ്മുടെ അടുത്ത് കിടക്കുന്ന നേപ്പാള്, 7 വൻകരകൾ, അതിലെ പല പല രാജ്യങ്ങൾ, USA, യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇതൊക്കെ മനുഷ്യരാജ്യങ്ങളായിട്ട് നമ്മൾ കണക്കൂട്ടുകയാണ്. കാണുന്ന രാജ്യങ്ങൾ, അത് നമുക്ക് അറിയുള്ളൂ. ഭൂമിയിലെ രാജ്യങ്ങളാണ്.
അതാണ് കഴിഞ്ഞ സന്ദേശം 2-ാം സങ്കീർത്തനത്തിൽ സ്വർഗത്തിലെ ദൈവം ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പൊ ദൈവം ചിരിക്കുന്നു എന്ന് പറയും. സ്ക്രിപ്ചറിലാണെന്ന് ചോദിച്ചാൽ സ്ക്രിപ്ചറിലാണ് ദൈവം ചിരിക്കുന്നു. ആരെ നോക്കിയാണ്? നമ്മള് സിനിമ കാണാൻ പോയി ഈ തമാശ പടങ്ങളൊക്കെ കാണുമ്പോൾ ആരെങ്കിലും തമാശ പറയുമ്പോൾ നമ്മൾ ചിരിക്കും. സ്വർഗത്തിലെ ദൈവം ചിരിക്കുന്നത് ഭൂമിയിലെ മനുഷ്യരുടെ കാര്യങ്ങൾ കണ്ടുകൊണ്ട്. രാജാക്കന്മാരും പിന്നെ പല പല വ്യക്തികളും ദൈവത്തെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, ദൈവപുത്രനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുക ദൈവം ചിരിക്കുന്നു. അത് നോക്കിയിട്ട് അപ്പൊ ദൈവത്തിന് ഒരു തമാശ പോലെയാണ്. 2-ാം സങ്കീർത്തനത്തിൽ അതുണ്ട്. കഴിഞ്ഞ സന്ദേശം നമ്മൾ പഠിച്ചു. യഹോവയ്ക്കും തന്റെ അഭിഷിക്തനും, അതായത് സ്വർഗസ്ഥ പിതാവിനും തന്റെ പുത്രനായ ക്രിസ്തുവിനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ പ്രവർത്തിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ സങ്കീർത്തനം തുടങ്ങുന്നത്. അപ്പോ ഭൂമിയിലെ രാജ്യങ്ങളുണ്ട്, അത് പറയാനാണ് അതിലേക്ക് നമ്മൾ പോയത്. ഇനി പൈശാചിക രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ക്രിപ്ചറിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോ അന്ന് പള്ളിക്കാർ വന്നിട്ട് പറഞ്ഞു, ഇത് ദുരുപദേശമല്ല, ദുരുഭൂതമാണെന്ന്. അതായത് ഇത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് പുറത്താക്കുന്നവനാണ് നീ ആള് ശരിയല്ല, നീ തനി പിശാചാണെന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചത്. അപ്പൊ യേശുക്രിസ്തു തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. സാത്താനോട് തന്നെ എതിർത്താൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? അപ്പൊ സാത്താൻ എന്തുണ്ടെന്ന് യേശു പറയുന്നേ? ഒരു രാജ്യമുണ്ട്. അപ്പോ മനുഷ്യരാജ്യം മാത്രമല്ല, സാത്താനിക രാജ്യം. ഇനി ദൈവരാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തുടക്കത്തിലേ കേട്ടു, ഈ ഭൂമി കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു. അദ്ദേഹത്തിന് പിതാവ് ഏൽപ്പിച്ച സബ്ജക്റ്റാണ്, സന്ദേശമാണ് ദൈവരാജ്യം. സുവിശേഷമായി അറിയിക്കണം, നല്ല വിശേഷമായി അറിയിക്കണം എന്നുള്ളത്. അതുപോലെയാണ് മാർക്കോസ് 1:15 യേശു കർത്താവിന്റെ ആദ്യ പ്രസംഗം, അത് തന്നെയാണ് അവസാനത്തേത്. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പൊ നമുക്കറിയാം, നമ്മളുടെ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ആണ് നമ്മുടെ സുവിശേഷം. മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ആണ് നമ്മുടെ സുവിശേഷം. പക്ഷെ അന്ന് യേശു മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല, പ്രസംഗം തുടങ്ങിയുള്ളൂ. അപ്പൊ പ്രസംഗം തുടങ്ങിയ യേശു തന്നെ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞു. നമ്മളുടെ ചിന്തപ്രകാരം സുവിശേഷം ഉണ്ടാകണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം. ഇനി 3 ബർത്ത്ഡേ കഴിയണം. 1 വർഷം, 2 വർഷം, 3 വർഷം, പിന്നെ അര വർഷം കൂടി കഴിഞ്ഞാൽ ശുശ്രൂഷ കഴിയും. ശുശ്രൂഷയുടെ അവസാനമാണ് യേശു മരിക്കുന്നത്, ഉയർത്തുന്നത്. അതുകൊണ്ടാണ് 3 ബർത്ത്ഡേ കഴിയണമെന്ന് പറഞ്ഞത്. അതായത് 3 വർഷം കഴിഞ്ഞാലേ സുവിശേഷം ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മളുടെ പലരുടെയും ചിന്ത. കുരുടത്ത ചിന്ത. യേശു സുവിശേഷം പ്രസംഗിച്ചു, പിതാവ് ഏൽപ്പിച്ച സന്ദേശം പ്രസംഗിച്ചു. അതാണ് ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ആ സന്ദേശം ഇതാണ്: ദൈവരാജ്യം, ദൈവത്തിന്റെ ഭരണം, ഉടമസ്ഥന്റെ ഭരണം ഭൂമിയിൽ അതിവേഗം നടക്കാൻ പോകുന്നു. ഉടമസ്ഥൻ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോകുന്നു. മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. നിന്റെ സ്വകേന്ദ്രീകൃത ചിന്ത വിട്ട് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് കടന്നു വരിക. അങ്ങനെയെങ്കിൽ സന്തോഷ വാർത്തയുടെ മുകളിൽ വേറെ സന്തോഷ വാർത്ത ഇതാണ്: ഈ ഭൂമിയുടെ ഭരണം ദൈവം നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതാണ് ലൂക്കോസ് 12:32. അവിടെ പറയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരൂലെന്നല്ല പറയണേ, നിങ്ങൾക്ക് തരുവാൻ എന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു പറഞ്ഞ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാത്ത ഒരു രാജ്യമുണ്ട്, അതാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിന് അന്തരം വരുന്ന സ്വകേന്ദ്രീകൃത ജീവിതം വിട്ടിട്ട് ദൈവ കേന്ദ്രീകൃത ജീവിതത്തിലേക്ക് നിങ്ങൾ മാറുക. ആരെ പോലെ? ക്രിസ്തുവെ പോലെ.
അങ്ങനെയെങ്കിൽ കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ 3 രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടു. മനുഷ്യരാജ്യം, പൈശാചിക രാജ്യം, ദൈവരാജ്യം. പിന്നെ നമ്മൾ കേട്ടത് ഈ 3 രാജ്യവും അദൃശ്യമാണ്. പക്ഷെ മനുഷ്യരാജ്യത്തിൽ ഒരു ഭാഗം ദൃശ്യമാണ്. 3 രാജ്യവും അദൃശ്യമാണ്, പക്ഷെ മനുഷ്യരാജ്യത്തിൽ ഒരു ഭാഗം ദൃശ്യമാണ്. എന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ 3 രാജ്യത്തിനും മനുഷ്യരുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേൾക്കാൻ പോകുന്നത്. കാരണം വരം ലഭിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാകത്തുമില്ല. അവരെ കേട്ടാലും എന്തോ പറയുന്നു, ഒന്നും മനസ്സിലായില്ല എന്ന ഭാവത്തിൽ ഒരു പോവുകയും ചെയ്യും. മനുഷ്യൻ ഈ 3 രാജ്യത്തിലുണ്ട്. പക്ഷെ ഒരു രാജ്യത്തിലെ അതിന്റെ 3-1 മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഭൂമിയിലുള്ളൂ. ബാക്കി രണ്ടും മറ്റ് 2 രാജ്യങ്ങളിൽ വിഭജിക്കപ്പെട്ട് കിടക്കുക. അപ്പൊ നമ്മൾ എന്താ അറിയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ പറയുന്നു, ഒന്ന് നമ്മൾ കുരുടന്മാരാണ്, 2 നമ്മൾ ഇരിക്കുന്ന അന്ധകാരത്തിലാണ്. അതുകൊണ്ട് ആകപ്പാടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭൂമിയിലുള്ള എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാണിച്ചാൽ കാണാം. അദൃശ്യ മണ്ഡലത്തിലുള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ അദൃശ്യ മണ്ഡലത്തിലുള്ളത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുരുടത്തം മാറണം. കുരുടത്തം മാറിയ മാത്രം പോരാ, അന്ധകാരവും മാറണം. എക്സാമ്പിള്, ഒരു കുരുടനും ഒരു കാഴ്ചയുള്ളവനും ഒരു റൂമിലിരിക്കുക. ആ റൂം നിറയെ ഇരുട്ടുക, ഒരു പ്രകാശമില്ല. കാഴ്ചയുള്ളവനും വല്ല ഗുണമുണ്ടോ? കുരുടത്തുള്ളവനും വല്ല ഗുണമുണ്ടോ? 2 പേർക്കും ഗുണമില്ല. ഒരാൾ കുരുടൻ, ഒരാൾ കാഴ്ചയുണ്ട്, പക്ഷെ 2 പേര് ഇരിക്കുന്ന റൂം ഇരുട്ടില്ല. 2 പേർക്കും ഗുണമില്ല. പക്ഷെ ഇവരെ 2 പേരെയും ആ റൂമിൽ നിന്ന് പ്രകാശമുള്ള റൂമിലേക്ക് മാറ്റി. അപ്പൊ എത്ര പേർക്ക് ഗുണമുണ്ട്? ഒരാൾക്ക് ഗുണമുണ്ട്, കാഴ്ച ഉള്ളവന് ഗുണമുണ്ട്. കുരുടന് പ്രകാശമുള്ള റൂമിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. യേശുക്രിസ്തു വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ പ്രസംഗകരെ? കുരുടന്മാരായ വഴികാട്ടികളെ. കുരുടന്മാർ അവര് വഴി കാണിച്ച് ജനമൊക്കെ നരകത്തിലേക്ക് അങ്ങ് പോവാ. ഭയങ്കര വഴി കാണിക്കലാണ്. പിന്നെ ജനത്തിന് അതാണ് ഇഷ്ടവും താനും. കാരണം അവരും കുരുടന്മാരാണല്ലോ. യേശു പറയാണ്, കുരുടനെ വഴി നടത്തി. അപ്പൊ 2 കുരുട. ജനത്തിനൊന്നും വിഷയമില്ല. കാഴ്ചയുള്ളവനാണ് യേശു പ്രസംഗിക്കുള്ളൂ, ദൈവരാജ്യം പ്രസംഗിക്കുള്ളൂ. കാരണം യേശു ക്രിസ്തുവിന്റെ സബ്ജക്റ്റ് ആയിരുന്നു അത്, പിതാവ് ഏൽപ്പിച്ച സബ്ജക്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പൊളിച്ചവൻ തന്നെ പണിയുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പൊളിച്ചവൻ തന്നെ പണിയുന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവരാജ്യ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോ, വർഷങ്ങളായ സ്വർഗത്തിൽ എന്നിലൂടെ ചെയ്യുന്നു, ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ
നിങ്ങൾക്കറിയാം ആരാണെന്നോ? ഈ ദൈവരാജ്യ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് വിളിച്ചു കൂവിയവരുണ്ട്. യൂട്യൂബ് പരിശോധിച്ചാൽ ഈ ചാനൽ തന്നെ കാണും കുറെ. ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതിനെ താഴ്ത്തിയവര് കുറെ പേരുണ്ട്. നിങ്ങൾക്കറിയാലോ, ബൈബിളിന്റെ സിലബസിൽ ഈ സാധനം ഇല്ല. യേശു പ്രസംഗിച്ച സന്ദേശം ബൈബിളിന്റെ സിലബസിലില്ല. പള്ളിയിൽ പ്രസംഗിക്കാറില്ല. പ്രസംഗിക്കുന്നവരാരെങ്കിലും ഇപ്പോൾ ഉണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം. കാരണം എന്താ സംഭവം എന്ന് അറിയാതെ എങ്ങനെ പ്രസംഗിക്കുക? പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് ഈ സന്ദേശം കേൾക്കുന്ന പലരും ഇന്നും ഒരു ദേവാസന്റെ വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തോട് പറയാനിടയായി, പല സ്റ്റേറ്റുകളിലും പല ഡിസ്ട്രിക്റ്റിലും 3 or 4 പേരെ ദൈവം സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ മീറ്റിംഗിൽ കയറും. അത് ലോകത്തിന്റെ പല ഭാഗത്തും കയറും. അപ്പൊ ഒരു പട്ടണത്തിൽ ചിലപ്പോൾ 4 പേരുണ്ടാവുള്ളൂ. അങ്ങനെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ദൈവം ഈ സന്ദേശം കൊടുക്കുന്നത്. അവര് ഓൾമോസ്റ്റ് സൺഡേകളിൽ, പ്രത്യേകിച്ച് തിരുവത്താഴ ശുശ്രൂഷയുള്ള സൺഡേകളിൽ കഴിയുന്നതും ആരാധനയ്ക്ക് നേരിട്ട് വരാറുണ്ട്. ഞാനിവിടെ പറയാൻ പോയ കാര്യം, അങ്ങനെ വരുന്ന ഒരു വ്യക്തി എനിക്കൊരു സന്ദേശം അയച്ചതാണ്. ഇന്നിപ്പോൾ പലരും ദൈവരാജ്യ സുവിശേഷം പ്രസംഗം തുടങ്ങി. എന്നിട്ട് എനിക്ക് ഒരു സന്ദേശം ഇട്ടിരിക്കുക, പവർ വിഷൻ ടി വി. പവർ വിഷൻ ടി വിയില് ഒരു പാസ്റ്റർ ദൈവരാജ്യം പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് വലിയ സന്തോഷമായി. കാരണം നേരത്തെ പൊളിച്ചവര് തന്നെ, വേണ്ട എന്ന് പറഞ്ഞവര് തന്നെ ഇപ്പൊ വേണമെന്നായി. ദൈവരാജ്യം ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് ഷാജി ജോസഫിനെ ഇത് പ്രസംഗിക്കണതിനെ അടിച്ചു താത്തിയതായിരുന്നു. അത് ഞങ്ങൾക്ക് വേണമെന്നായി. കഴിഞ്ഞ നാളുകളിൽ നമ്മളിതിനെ അവഗണിച്ചു, നമ്മളിതിനെ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ. പക്ഷെ ഇതാണ് യേശു പ്രസംഗിക്കാൻ പറഞ്ഞതും, ഇതാണ് യേശു പ്രസംഗിച്ചതും, ഇതാണ് വേണ്ടതും. നല്ല കാര്യം, എനിക്ക് സന്തോഷമായി. അപ്പൊ തന്നെ ഞങ്ങളുടെ ചർച്ചിലെ മറ്റൊരു സഹോദരൻ കഴിഞ്ഞ സൺഡേയുടെ അതിന് മുമ്പത്തെ സൺഡേ ആണോ, അദ്ദേഹം ഒരു ദർശനം കണ്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ദേവദാസനെ, ഞാനൊരു ദർശനം കണ്ടു. അങ്ങയെക്കുറിച്ചാണ് ദർശനം. ഒരുപക്ഷെ ആ വ്യക്തിയും കേൾക്കുന്നുണ്ടാവും. ഒരു കപ്പൽ മുമ്പേ പോകുന്നു. ആ ഒരു ചെറിയൊരു കപ്പലാണ്. അതിലെ കപ്പിത്താൻ അങ്ങാണ് ഓടിക്കുന്നത്. പക്ഷെ അതിന്റെ പുറകിൽ വലിയൊരു കപ്പൽ വരും, ഇതിനെ അനുഗമിച്ചുകൊണ്ട്. അതായത് മുമ്പത്തെ കപ്പൽ എവിടെയാണോ പോണേ, പുറത്തെ കപ്പൽ അങ്ങോട്ട് തന്നെ പോണേ. മുമ്പത്തെ കപ്പൽ ചെറുതാ, പുറത്തെ കപ്പൽ വലിയതാ. അതിന്റെ അർത്ഥം എന്നാ? ഈ സന്ദേശം പിടിച്ചുകൊണ്ട് ഒരു വലിയ സമൂഹത്തെ ദൈവം ഒരുക്കുകയാണ്. അതിന്റെ പിന്നാലെയാണ് ഞാനത് കേൾക്കാനിടയായത്. പൗരുഷൻ ചാനലിൽ തുടങ്ങിയിരിക്കുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും പലരും അവിടെ ഇവിടെയൊക്കെ ദൈവരാജ്യ സുവിശേഷ പ്രസംഗവുമായിട്ട് എഴുന്നേറ്റു. അപ്പൊ പൊളിച്ചവർ തന്നെ വീണ്ടും പണിയുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വ്യക്തതയോടെ ഈ കാര്യങ്ങൾ അറിയണം. ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ഭൗതിക രാജ്യമല്ല. അത് ദൈവം ആത്മാവായിരിക്കുന്നത് പോലെ ദൈവരാജ്യം ആത്മീക രാജ്യമാണ്. അപ്പൊ ഭൂമിയിൽ അതിന്റെ വെളിപ്പെടലുകളാണുള്ളത്. ജഡത്തിലൂടെ ദൈവരാജ്യം, മനുഷ്യ ജഡത്തിലൂടെ ദൈവരാജ്യം വെളിപ്പെടും. അതിന്റെ വെളിപ്പെടലുകളാണ് ഭൂമിയിലുള്ളത്. അപ്പൊ ഈ അദൃശ്യ കാര്യങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് ദൃശ്യം മാത്രം കണ്ടിട്ടുള്ളവർക്ക് അതിലേക്ക് എത്തിച്ചേരാത്തൊരു പ്രയാസമാണ്. കാരണം നമ്മള് ടെമ്പററി ഐറ്റംസിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. എറ്റേണൽ ഐറ്റംസ് ഡീൽ ചെയ്ത് കൈകാര്യം ചെയ്ത പരിചയമില്ല. നമ്മള്
പരിപ്പ്, കടല, നെല്ല്, ഗോതമ്പ്, ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. നമ്മുടെ ഈ കൈകൊണ്ട് വലതും പിടിച്ചു, ഇതൊക്കെ കാണുന്ന കാര്യങ്ങളാണ്. ഈ പിടിച്ച സാധനങ്ങളൊക്കെ നമ്മുടെ നിന്ന് പോകും. നമ്മൾ പിടിക്കാൻ ഉപയോഗിച്ച കൈയും പോകും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് കാണുന്നത് താൽക്കാലികം. നമ്മൾ കൈകാര്യം ചെയ്യുന്നതൊക്കെ ലോക്കൽ സാധനങ്ങൾ, തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ദൈവരാജ്യത്തിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ലോക്കലല്ല, അത് യൂണിവേഴ്സലാ. അല്ലാന്നാണെങ്കിൽ അത് എറ്റേണൽ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് പോകത്തില്ലെന്നേ. അതൊക്കെ നിത്യം ഉപയോഗിക്കാം. ഇത് ദൈവത്തിന്റെ വചനം ശക്കോറിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, കാണുന്നത് താൽക്കാലികം. അതായത് ലോക്കൽ കാര്യങ്ങളൊക്കെ താൽക്കാലികമാണ്. അതൊക്കെ നമ്മൾ കൈകൊണ്ട് എടുക്കുന്നത്. ചോറ്, ചപ്പാത്തി, പേന, പെൻസില്, ബൈക്ക്, കാറ് ഒക്കെ താൽക്കാലികമാണ്. അത് ഉപയോഗിക്കുന്ന ഈ ശരീരവും താൽക്കാലികമാണ്. ഇതൊക്കെ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുക. ഒരു സൈഡാ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഭൂമിയുടെ സൈഡിലുമുണ്ട്, പൈശാചിക ലോകത്തിന്റെ സൈഡിലുണ്ട്, ദൈവരാജ്യത്തിന്റെ സൈഡിലുണ്ട്. എല്ലാ ഭാഗത്തും മനുഷ്യരുണ്ട്. അപ്പൊ നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ, കാരണം നമ്മൾ കുട്ടന്മാരാണ്. പക്ഷെ കാഴ്ച ഉണ്ടാകാൻ എങ്ങനെ പറ്റുമെന്നുള്ളത് ആർക്കൊരു ചോദ്യം ഉണ്ടെങ്കിൽ പറ്റും. പക്ഷെ അതിനുള്ള മരുന്നൊക്കെ ദൈവരാജ്യത്തിലേ ഉള്ളൂ. ലോക സുവിശേഷത്തിൽ കാണുന്ന കാര്യങ്ങൾ സപ്ലൈ ചെയ്തോടുന്ന് നടന്നില്ല. അതൊക്കെ ആത്മമണ്ഡലത്തിലേ ഉള്ളൂ. ഇതല്ലേ യേശു കർത്താവ് പറഞ്ഞത്, നിനക്ക് ഭയങ്കര കാഴ്ചയാണെന്നാണ് നിനക്ക് തോന്നുന്നത്, പക്ഷെ നീ വെറും കുരുടനാണ്. പക്ഷെ കാഴ്ച ലഭിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ണിലെഴുതുവാൻ ലേപം എന്നോട് വിലക്ക് വാങ്ങണം. കേട്ടിട്ടുണ്ടോ? അപ്പൊ കാഴ്ച ലഭിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് ഈ ഭൗതിക ലോകത്തില്ല, കാണുന്ന ലോകത്തില്ല. അതൊക്കെ സ്പിരിച്വൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്തേക്കുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, അതിനുള്ള ലേപനം എന്നോട് വിലക്ക് വാങ്ങണം. ചുമ്മാ കിട്ടത്തുമില്ല, ആരാധിച്ചൊന്നും കിട്ടത്തില്ല, വില കൊടുക്കണം. നമുക്ക് പിന്നെ അങ്ങനെ ഒരു ശീലമില്ലല്ലോ വില കൊടുത്ത്. എല്ലാം കൃപയല്ലേ, സൗജന്യമായിട്ട് കിട്ടുന്നതല്ലേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ, അല്ലെ? പക്ഷെ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ദൈവരാജ്യവും ദൈവരാജ്യത്തിലെ കാര്യങ്ങളും വിലക്ക് വാങ്ങണം. നമുക്ക് പിന്നെ അങ്ങനെ ഒരു ശീലം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ പലരും ഡിസ്കണക്ട് ചെയ്യും. വിലക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട ബ്രദറെ. കർത്താവ് യേശു പറഞ്ഞിട്ടില്ലേ, സ്വർഗരാജ്യം നിധിയാണ്, നിധി. പക്ഷെ അത് ഒളിഞ്ഞു കിടക്കുകയാണ്, വയലിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. യേശു ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് ആണോ? ഇന്ന് ക്രിസ്ത്യാനി ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റേ അല്ല. ദൈവരാജ്യം വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന നിധിയാണ്. അതൊരു മനുഷ്യൻ കണ്ടിട്ട് ആരാധിച്ചങ്ങ് വാങ്ങി എന്നല്ല, പ്രാർത്ഥിച്ചങ്ങ് വാങ്ങി എന്നല്ല, തനിക്കുള്ള സകലതും കൊടുത്ത് വിറ്റ് അത് വാങ്ങി. നമ്മുടെ സ്കോപ്പിൽ അത് വരത്തില്ല. നമുക്കൊന്നും വിൽക്കണ്ട, നമുക്ക് ആരാധിച്ചാൽ മതി. ആ ഒരു വാക്യം വായിച്ചിട്ടങ്ങ് പോവാം. ചിലര് മിസ്റ്റേക്കായി. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം മറക്കരുത്. കണ്ണിൽ എഴുതാൻ ലേപനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നേ. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. മനസ്സിലാവുന്നുണ്ടോ? വിറ്റു വാങ്ങണം. സ്വർഗരാജ്യം എങ്ങനെ വാങ്ങണം? വിറ്റു വാങ്ങണം. എന്റെ സഹോദരങ്ങളെ, ഇതൊരു ദേവദാസൻ എന്നോട് പറഞ്ഞൊരു കാര്യം പറയാം കേട്ടോ. ചില ദേവദാസന്മാരെ ഞങ്ങൾ പരസ്യോഗം നടത്താൻ വേണ്ടി വിളിക്കും. പരസ്യോഗം നടത്താൻ കർത്താവിന്റെ കൃപയാൽ ഞാൻ കയ്യിലുള്ള ചില സെറ്റപ്പുകൾ, ഡ്യുവൽ മൂവ്മെന്റ് നടത്താനുള്ള സെറ്റപ്പുകൾ ദൈവം തന്നിട്ടുണ്ട്.
പരസ്യവും നടത്താൻ വേണ്ടി വിളിച്ചപ്പോ ഈ പരസ്യവും നടത്തണ കണ്ടപ്പോ ഈ ദേവദാസന്റെ ഒരു കൂട്ടുകാരൻ, ഒരു ദേവദാസന, ഷാജി ജോസഫിനെ വിളിച്ചാണോ പരസ്യവും നടത്തുന്നത്? മൊത്തം ദുരുപദേശം കേട്ടോ, മൊത്തം ദുരുപദേശം. അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞങ്ങളുടെ പള്ളിയിലൊക്കെ എങ്ങനെയാ പറയണേ, ഞങ്ങളുടെ പള്ളിയിലൊക്കെ അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഷാജി ജോസഫ് പറയുന്നത് ബൈബിളിലുള്ളതാണല്ലോ, അല്ലെ ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെയല്ലോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പള്ളി പറഞ്ഞതാണോ പ്രസംഗിക്കേണ്ടേ, ബൈബിളിലല്ലേ ഉള്ളതല്ലേ പ്രസംഗിക്കേണ്ടേ? അപ്പൊ ഇദ്ദേഹം രൂക്ഷമായിട്ടൊന്ന് നോക്കി നിർത്തി സംസാരം. അപ്പൊ പള്ളി പറഞ്ഞത് വേണം പ്രസംഗിക്കാമെന്നാണ് അദ്ദേഹത്തിന് ചിന്ത. പള്ളി പറഞ്ഞതല്ല. പള്ളി പറഞ്ഞതിന് ഒരു വിലയില്ല. അറിയാമോ നിങ്ങൾക്ക്? അതെങ്ങനെ അറിയാമെന്നല്ലേ? നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോ ജീവിതത്തിലെ ഒരിക്കലെങ്കിലും നിങ്ങൾ തിരിച്ചു കേട്ടിട്ടുണ്ടാകും, അവരിങ്ങനെ നിങ്ങളോട് മറുപടി പറയും, അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. കേട്ടിട്ടുണ്ടോ? അതായത് പള്ളി പറഞ്ഞതിന് ഒരു വിലയില്ലാന്ന് അവരുടെ മനസ്സിൽ എഴുതി വെച്ചേക്ക. പള്ളി പറഞ്ഞതിന് ഒരു വിലയില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പുസ്തകത്തിൽ വിശുദ്ധ ബൈബിളിലുള്ള വചനത്തിനാണല്ല. മനസ്സിലാകുന്നുണ്ടോ? തുടർന്ന് അദ്ദേഹം അതിന് തെളിവ് ചോദിച്ചു. ഉടനെ പറയാണ്, അദ്ദേഹം പറയുന്നത് യേശു ക്രിസ്തു ചെറിയ ദൈവമെന്ന, പിതാവ് വലിയ ദൈവമെന്ന് അദ്ദേഹം പറയുന്നേ. ഇദ്ദേഹം നേരെ തിരിച്ചു ചോദിച്ചു, ബൈബിളിലും അങ്ങനെയല്ലേ എഴുതിയേക്കണേ? യേശു സ്വന്തം ആകൊണ്ട് പറയുന്നില്ലേ പിതാവ് എന്നേക്കാൾ വലിയവനെന്ന്? ഒരു തുറിച്ചു നോട്ടം, തീർന്നു സംസാരം. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കൂട്ടമാണ് പള്ളി പ്രസംഗം കേട്ട് ഇന്ന് നേരെ നരകത്തിലേക്ക് യാത്രയാവുന്നു. യേശുവിനെ കർത്താവേ എന്നും പറഞ്ഞ് ജീവിതത്തിൽ യാതൊരു മാറ്റവും സംഭവിക്കാതെ വീണ്ടും പാപം ചെയ്തു കൂട്ടി അവരുടെ കൂട്ടമാണ് മത്തായി 21, 22, 23. യേശു അവരോട് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ കയറത്തില്ല. എന്റെ വാക്കല്ല, ഇതൊന്നും നിങ്ങളുടെ പള്ളിയിൽ ഒരുപക്ഷെ പ്രസംഗിക്കത്തില്ലായിരിക്കാം. ഞങ്ങൾ നിന്റെ നാമത്തെ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു എന്ന് ഒരു കൂട്ടം ദേവദാസന്മാർ അതിനോട് ചേർന്നു. കർത്താവ് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ആധർമ്മം പ്രവർത്തിക്കുന്നവര് ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചിട്ട് ഇതൊന്നും കേൾക്കാതെ പള്ളിയിൽ പറയുന്നത് കേട്ടു പോവുമല്ലേ? പള്ളിയിൽ നല്ലൊരു പങ്ക് പള്ളിയിലും വളരെ കുറച്ച് നല്ല ദേവദാസന്മാരുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ സന്ദേശത്തെ മറയ്ക്കാനാണ് പള്ളിയിലെ സകല ശുശ്രൂഷ ഉപയോഗിക്കുന്നത്. യേശു ക്രിസ്തു പറഞ്ഞ സന്ദേശത്തെ മറയ്ക്കുക, പരിചയാക്കുക, ഷീൽഡ് ചെയ്യുക. നമ്മുടെ ഭാവിയെ നമ്മൾ അറിയാതിരിക്കുക. അതിനുവേണ്ടിയാണ് ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷ നടക്കുന്നത് കുരുടന്മാരായ നമ്മളെ കാണിച്ചു തരും. കാണുന്ന ഉരുളക്കിഴങ്ങ്, വെള്ളിരിക്ക, ഉള്ളി, പരിപ്പും കലം, ഇറച്ചിക്കലം, ഈ പേരിട്ട് എന്തിനാണെന്നറിയാമോ? ഇസ്രായേൽ ഗൃഹം ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോഴും അവരുടെ നല്ലവരുടെയും നല്ല ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഉള്ളിൽ ഈജിപ്തിലെ പരിപ്പും കലം, ഇറച്ചിക്കലം, ഉരുളക്കിഴങ്ങ്, സവാള കാണുന്ന കാര്യങ്ങളായിരുന്നു. എന്നാൽ ഒരു ചെറുകൂട്ടം ജനത്തിന്റെ ഉള്ളിൽ അതിലേക്കല്ല, അവർ ചെല്ലാൻ പോകുന്ന നാട്ടിലെ കനാൻ ദേശത്തെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ കനാൻ ദേശത്തെ കുറിച്ചുള്ള ചിന്തകളെ തങ്ങൾ വിട്ടുപോകുന്ന ഈജിപ്തിലെ ഉരുളക്കിഴങ്ങും പരിപ്പും കലവും ഇറച്ചിക്കലവും ഒക്കെ കൊണ്ട് പരിചയാക്കി മറയ്ക്കുന്നു. എത്ര പേര്? 12 ദൈവദാസന്മാരിൽ 10 പേര്. 2 ദൈവദാസന്മാർ മാത്രം തങ്ങൾ ചെല്ലാൻ പോകുന്ന രാജ്യത്തെ കനാൻ ദേശത്തെ കുറിച്ച് അറിയിച്ച്
ദൈവം നമ്മളെ അവിടെ എത്തിക്കുമെന്ന് ഈ ജനത്തെ പറഞ്ഞ് ബലപ്പെടുത്തുന്നു. കാലേബും ജോഷുവയും. ബാക്കിയുള്ളവർ പറയുന്നു, നമുക്കൊരു നേതാവിനെ, ക്യാപ്റ്റനെ നിശ്ചയിക്കാം, സോ ആൻഡ് സോ റെവറൻഡ് പാസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാം. എന്നിട്ട് അവിടുത്തെ അന്നവസ്ത്രാദി സർവ നന്മകൾ പാടി നമുക്ക് മുമ്പിലുള്ള സ്വർഗരാജ്യം കനാൻ ദേശത്തെ അതിന്റെ ചിന്തകളെ നമുക്കങ്ങ് മറക്കാം, നമുക്ക് മടങ്ങിപ്പോകാം. അവിടെ രണ്ടോ മൂന്നോ ഷെഡൊക്കെ കെട്ടി നമുക്ക് ഓരോ ഡിനോമിനേഷന്റെ ഹെഡ് ഓഫീസ് ആക്കാതെ, എന്നിട്ട് നമുക്ക് അവിടെ എങ്ങനെ ആരാധന നടത്താം ഈജിപ്തില്. ഞാൻ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നാടക ഭാഷയിൽ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞു ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ. വിശുദ്ധ ബൈബിളിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ അവസാനിക്കുകയല്ല, തുടങ്ങുക. ദൈവത്തിന്റെ പരമവഴിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടണം. അങ്ങനെയല്ലയോ? ഓ, നിങ്ങളത് കേൾക്കുക, നിങ്ങൾ പള്ളിപ്രസവമായിരിക്കും കേൾക്കുക, അല്ല നല്ലൊരു പങ്കം. ഞാനിത് ബൈബിളിലുള്ളതാ പറഞ്ഞത് കേട്ടോ. അതായത് ഈജിപ്തിനെ മറക്കണം, നിഴൽ ഭാഷയിൽ പറഞ്ഞാൽ കനാൻ ലക്ഷ്യമാക്കി മോശയെ അനുഗമിക്കണം. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ചതിക്കപ്പെടരുത്. ഈ ശ്വാസം ഏത് സമയവും തീരും. അതിനുമുമ്പ് ലക്ഷ്യത്തിലെത്തണ്ടേ? അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന മർമ്മം എന്ന് പറയുന്നത്, നമ്മൾ കുരുടന്മാരാണ്. ആ കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കണം. കാഴ്ച ലഭിക്കുമ്പോഴാണ് മനുഷ്യന്റെ വിന്യാസത്തെ കുറിച്ച് അറിയത്തുള്ളൂ. മനുഷ്യൻ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ കാണുന്ന ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്റ്റഫ് അല്ല. അവൻ ഇന്നുള്ള പൈശാചിക ലോകത്ത് മനുഷ്യനുണ്ട്. പക്ഷെ മനുഷ്യനറിയില്ല. കാരണം അവൻ കുരുടനാണ്. അവൻ ജീവിക്കുന്നത് അന്തരീക്ഷം, അവന്റെ സ്പിരിച്വൽ ജിയോഗ്രഫി എന്ന് വെച്ചാൽ ഭൂമിശാസ്ത്രമാണ്. എന്നാൽ സ്പിരിച്വൽ ജിയോഗ്രഫി, അവന്റെ ആത്മീക അന്തരീക്ഷം അന്ധകാരമാണ്. ഒന്നവൻ കുരുടനാണ്, അത് വ്യക്തിപരമാണ്. കുരുടൻ അത് പേഴ്സണൽ ലൈഫിൽ കുരുടനാണ്. എന്നാൽ അവന്റെ അന്തരീക്ഷം അന്ധകാരമാണ്. അപ്പോൾ തന്നെ വീണ്ടും ജനിച്ച വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ആത്മാവിന്റെ അന്തരീക്ഷം പ്രകാശത്തിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കണം. ഈ സംഭവം നിങ്ങൾ അറിയുമ്പോഴാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. മനുഷ്യൻ ഭൗതിക രാജ്യത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. മനുഷ്യൻ പൈശാചിക രാജ്യത്തിലുണ്ട്. മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ടവൻ ദൈവരാജ്യത്തിലുമുണ്ട്. ഇത് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ഒറ്റ വാക്കുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. നാം ആയിരിക്കുന്ന ഭൂമിയിൽ, മനുഷ്യന്റെ ശരീരമായിരിക്കുന്ന ഭൂമിയിൽ ഏകദേശം 12 മണിക്കൂർ അന്ധകാരവും 12 മണിക്കൂർ വെളിച്ചവുമാണ്. ഇന്ന് രാവിലെ ഞാൻ 5:30 എഴുന്നേറ്റു. കാരണം തോട്ടത്തിൽ കുറെ കാര്യങ്ങൾ നനയ്ക്കാനുണ്ട്. അപ്പൊ വെയില് ആകുന്നതിന് മുമ്പ് എനിക്ക് സംഭവം കഴിഞ്ഞിട്ട് എനിക്കൊരു യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ 5:30 എഴുന്നേറ്റു, പ്രഭാത കർമ്മങ്ങൾ കഴിഞ്ഞു, പ്രാർത്ഥനയും കഴിഞ്ഞു. ഞാൻ 6:10 വെളിയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോ മൊത്തം ഇരുട്ടാ, ഇറങ്ങാൻ വയ്യ, അന്ധകാരം. പിന്നെ ഈ ഇരുട്ടത്ത് ഇറങ്ങിയാൽ അപ്പൊ ഈ ഇടയന്തുക്കളൊക്കെ കൂട്ടിക്കയറുന്ന സമയമാണ്. വെട്ടം വീണാ പിന്നെ ഇതെല്ലാം അകത്ത് കയറി. 6:30 വരെ നോക്കിയപ്പോ 6:30 ആയപ്പോഴാണ് ഏകദേശം ഒരു വെട്ടത്തിലേക്ക് വന്നത്. അപ്പൊ ഞാൻ ഇറങ്ങി. അതുകൊണ്ട് ഏകദേശം എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന ഭൂമിയിൽ
ഏകദേശം 12 മണിക്കൂർ അന്ധകാരവും 12 മണിക്കൂർ പ്രകാശവും. ഇനി ശ്രദ്ധിച്ച് അടുത്തത്. ഇത് ഭൂമിയുടെ കാര്യം പറഞ്ഞേ. എന്നാൽ നാം പോലും അറിയാതെ നമ്മുടെ സോള്, നമ്മുടെ ദേഹി പൈശാചിക രാജ്യത്തിലാണ്. അവിടെ ശ്രദ്ധിച്ച് കേൾക്കണേ, 24/7 നമ്മൾ അന്ധകാരത്തിലാണ്. 24 മണിക്കൂറും നമ്മൾ അന്ധകാരത്തിലാണ്. ശ്രദ്ധിക്കുക, നാം ആയിരിക്കുന്ന ഭൂമിയിൽ 12 മണിക്കൂർ നാം പ്രകാശത്തിലും 12 മണിക്കൂർ ഇരുട്ടിലോ. എന്നാൽ നാം പോലും അറിയാതെ നമ്മുടെ ദേഹി ആയിരിക്കുന്ന പൈശാചിക രാജ്യത്തിൽ 24 മണിക്കൂർ അന്ധകാരം. ഇനി നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിൽ 24 മണിക്കൂർ നിങ്ങൾ പ്രകാശത്തിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കരുത്. എന്റെ ആഗ്രഹമാണ്, അവനവന്റെ ഇഷ്ടം. ഒന്നുകൂടി പറയാം. നമ്മളുടെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ഈ 3 ലോകത്തിലുണ്ട്. വീണ്ടും ജനിച്ചവൻ. വീണ്ടും ജനിക്കാത്തവൻ ഈ 3 ലോകത്തിൽ ഉണ്ടെങ്കിലും ആത്മലോകത്തിൽ അവൻ ദൈവിക ജീവൻ ഇല്ലാത്തവനാണ്. ഡോർമന്റാ, ഉറക്കാവസ്ഥയിൽ എന്ന് വേണമെങ്കിൽ പറയാം. അവന്റെ സോളിൽ അവൻ അന്ധകാരത്തിലാണ്, മരണത്തിനാൽ വിധിക്കപ്പെട്ടിരിക്കുക. അവന്റെ ശരീരത്തിൽ, ഭൂമിയിൽ അവനുണ്ട്. അവിടെ 12 മണിക്കൂർ അന്ധകാരത്തിലും 12 മണിക്കൂർ വെളിച്ചത്തിലുമാണ്, സൂര്യന്റെ. എന്നാൽ അവന്റെ സോളായിരിക്കുന്ന പൈശാചിക ലോകത്തിൽ അവൻ 24 മണിക്കൂറും അന്ധകാരത്തിലാണ്. എന്നാൽ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിൽ, ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത് പരീശനോട്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണത്തില്ല. അപ്പൊ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിൽ അവൻ 24 മണിക്കൂറും പ്രകാശത്തിലാണ്. പക്ഷെ ആ വീണ്ടും ജനിച്ച വ്യക്തിക്ക് അത് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇത് ആദ്യം ഈ സംഭവം തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ട് ഇത് നാം അപ്ലൈ ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ പ്രയോജനകരമാക്കി മാറ്റുവാൻ കഴിയുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ഒന്ന്, മനുഷ്യൻ കുരുടനാണ് എന്നതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞിട്ട് അവന്റെ സ്പിരിച്വൽ സിറ്റുവേഷൻ, സ്പിരിച്വൽ ജിയോഗ്രാഫി, അത് അവനായിരിക്കുന്നത് അവന്റെ സോള് അന്ധകാരത്തിൽ. വീണ്ടും ജനിച്ചവനാണെങ്കിൽ ആ വ്യക്തിയുടെ സ്പിരിറ്റ് പ്രകാശത്തിലാണ്. അപ്പൊ ആ വ്യക്തിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ പ്രകാശത്തിലേക്ക്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയൊരു ടെൻസ് കേട്ടിട്ടുണ്ടോ? ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ. അപ്പൊ ദൈവം എവിടെ ഇരിക്കണേ? ദൈവം വെളിച്ചത്തിലിരിക്കണേ. നിങ്ങൾ വെളിച്ചത്തിൽ നടപ്പിൻ. അപ്പൊ ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്നു. നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആ വെളിച്ചത്തിൽ നടപ്പിൻ. പക്ഷെ കേട്ടിട്ടുണ്ടോ ബൈബിൾ പറയുന്നത്? യേശുക്രിസ്തുവിന്റെ സുവിശേഷം തുടങ്ങിയപ്പോ മനുഷ്യനെ കുറിച്ച് പറയാ, അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു വെളിച്ചം, പ്രകാശം ഉദിച്ചു. മനുഷ്യൻ എവിടെ ഇരിക്കണേ? അന്ധകാരത്തിൽ. ദൈവം എവിടെ ഇരിക്കണേ? പ്രകാശത്തിൽ. എന്നിട്ട് മനുഷ്യരോട് പറയാണ്,
നിന്റെ അപ്പൻ പ്രകാശത്തിൽ വസിക്കുന്നത് പോലെ അന്ധകാരത്തിൽ ഇരിക്കുന്ന മനുഷ്യ, നീ പ്രകാശത്തിൽ നടപ്പിൻ. ഹല്ലേലൂയ. പ്രകാശത്തിൽ നടപ്പിൻ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വാക്യം ഉണ്ടാക്കാം, അങ്ങോട്ട് പോകാം. അങ്ങോട്ടേക്ക് നമ്മൾ ഓടി അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പയ്യെ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ മനുഷ്യർ കുരുടന്മാരാണെന്ന് മനസ്സിലാക്കുക. യേശു ക്രിസ്തു ദൈവദാസന്മാരെയും ജനത്തെയും ചേർന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന ഇരട്ടപ്പേരാണ് കുരുടന്മാർ. ഓക്കെ, വായിച്ചാട്ടെ. ലൂക്കോസ് 6:39. ലൂക്കോസ് 6:39. ആറിന്റെ 31 മാസ്റ്റർ? 39. അവനൊരു ഉപമയും അവരോട് പറഞ്ഞു, കുരുടന് വഴികാട്ടുവാൻ കഴിയുമോ? ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ? കേട്ടോ, കുരുടന് വഴികാട്ടുവാൻ കഴിയുമോ? അപ്പൊ ഇതെന്താ പരിപാടി? വഴികാട്ടല, ഗൈഡ, വഴികാട്ടല പരിപാടി. എങ്ങോട്ടേക്കാണോ വഴി കാണിക്കുന്നേ? IPCയിലേക്കാണോ, CSIയിലേക്കാണോ, മാർത്തോമയിലേക്കാണോ, യാക്കോബയിലേക്കാണോ? ഇങ്ങനെയുള്ളതൊന്നും ബൈബിളിലില്ല. പക്ഷെ പള്ളിയിൽ കേൾക്കാം, പള്ളിയില്. എന്നാൽ ബൈബിളിലുള്ള വഴി കാണിക്കൽ ഇങ്ങോട്ടേക്കൊന്നും അല്ല, സ്വർഗരാജ്യത്തിലേക്കാ, ദൈവരാജ്യത്തിലേക്കാ. കേട്ടോ, ദൈവരാജ്യത്തിലേക്ക്. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഏയ് കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ ഒരുത്തനെ മദതി ചേർക്കാൻ, വഴികാട്ടുവാൻ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. സഞ്ചരിക്കുന്നതിനാണ് വഴികാട്ടാൻ. എങ്ങോട്ടേക്ക് വഴികാട്ടാൻ? മതത്തിലേക്ക്, മതത്തിൽ ചേർക്കാൻ. എന്നിട്ട് കർത്താവ് അവസാനം പറയാ, നിങ്ങൾ അവർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, മതം തുറന്നു കൊടുക്കുന്നു, സ്വർഗരാജ്യം അടച്ചു കളയുന്നു. കുരുടന്മാരായ വഴികാട്ടികളെ. അപ്പോ സ്വർഗരാജ്യം അടച്ചിട്ട് മതം തുറന്നു. യേശുവിന്റെ വാക്കുകളാട്ടോ. നിങ്ങൾ ഒരുത്തരെയും മതത്തിൽ ചേർക്കാൻ, സ്വർഗരാജ്യം ചേർക്കാനല്ല, മതത്തിൽ ചേർക്കാൻ, നിങ്ങളുടെ ഡിനോമിനേഷൻ ചേർക്കാൻ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ഈ കുരുടന്മാരായ ജനം ചിന്തിച്ചു, ഇതാണ് യാഥാർത്ഥ്യം എന്ന്. ഒരെണ്ണ സ്വർഗരാജ്യത്തിൽ കയറുന്നില്ല എന്ന് മത്തായി 7:21, 22, 21 അറിയാം. പക്ഷെ ഇത് കണ്ടാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവർ കുരുടന്മാരല്ലേ, ഹല്ലേലൂയ. കുരുടന്മാരായ വഴികാട്ടികൾ. അപ്പൊ മനുഷ്യരൊക്കെ കുരുടന്മാരാ, വഴികാട്ടികൾ അടക്കം കുരുടന്മാരാ. അപ്പൊ ഇതുങ്ങള് ബൈബിൾ പ്രസംഗിച്ചാലും ലക്ഷ്യത്തിലെത്തത്തില്ല. അവര് പ്രസംഗിച്ചിട്ട് ഒരു പ്രാർത്ഥനയോ, ഇന്ന് നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് പറയാം, ഇന്ന് നമുക്ക് ആരാധനയെ കുറിച്ച് പറയാം, ഇന്ന് നമുക്ക് മറ്റേ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച്, കൃപാവരത്തെ കുറിച്ച് പറയാം. അപ്പൊ ഇതെല്ലാം പറഞ്ഞു നിൽക്കും. എന്നിട്ട് പറയും, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു. കർത്താവ്, ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവ് എന്ന് പറഞ്ഞാലും സ്വർഗരാജി കടക്കത്തില്ല. എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നല്ല സ്വർഗരാജി കടക്കുന്നത്. അപ്പൊ ദൈവം വരുന്നു പിതാവ്. യേശു പിതാവിനെ റെഫർ ചെയ്യുക, ഇവരെ പുറത്താക്കുക. അപ്പൊ കുരുടന്മാരാണ്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. അതിന്റെ 16 മുതൽ 19 വരെ യേശു അനേക പ്രാവശ്യം ഇവരെ കുരുടന്മാരെന്ന് വിളിച്ചു. ഇവര് അതിന്റെ വൈരാഗ്യം കൊണ്ട് നടക്കുക, യേശുവിനെ എവിടെ വെച്ച് തട്ടണമെന്നുള്ളത്.
അവസാനം കാൽവരിയിലിട്ട് പിടിച്ചു. മനുഷ്യരുടെ ഉള്ളിൽ വൈരാഗ്യവും പകയും ഒക്കെ നിറഞ്ഞു കിടക്കുക. വായിച്ചേ അതിന്റെ 16 മുതൽ 23. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ല എന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരൻ എന്നും പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് കഷ്ടം. യേശു വിളിക്കുന്നത് എന്തുവാ? കുരുടന്മാരായ വഴികാട്ടികൾ. അപ്പോ കുരുടന്മാർ അതായത് നമ്മളുടെ ശരീരത്തിന്റെ ഈ കണ്ണുണ്ടോ, ഈ കണ്ണിന് കാഴ്ച, ശരീരത്തിലെ കണ്ണിന്, അതായത് 12 മണിക്കൂർ വെളിച്ചവും 12 മണിക്കൂർ അന്ധകാരവും ഉള്ള ഭൂമിയിൽ ഉപയോഗിക്കേണ്ട ശരീരത്തിലെ കണ്ണിന് കാഴ്ച ഉണ്ടാകണം. പക്ഷേ അകത്ത് സോളിന്റെ കണ്ണിന്, ഹൃദയ കണ്ണിന് അതിന് കാഴ്ചയില്ല. കുഴന്മാര ആ കാഴ്ച കിട്ടേണ്ടത് ദൈവരാജ്യത്തിൽ നിന്നാണ്, വെളിച്ചത്തിന്റെ മണ്ഡലത്തിൽ നിന്നാണ്. അത് കിട്ടുന്നില്ല, അവിടെ കാഴ്ചയില്ല. കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് മഹാഭാഗ്യമൊന്നല്ല. നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ 2 ലെവല് കാണാം. തമിഴിലുള്ളവർ ഭാഗ്യവാന്മാർ, കണ്ടോ, ഭാഗ്യവാന്മാർ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഇനി വേറെ ലെവലിൽ അതിന്റെ ഓപ്പോസിറ്റ്. നിങ്ങൾക്ക് കഷ്ടം. അപ്പോ ഒരു സൈഡിൽ ഭാഗ്യവാന്മാരും ഉണ്ട്, വേറെ സൈഡിൽ കഷ്ടം ആളുകളുമുണ്ട്. ഇതാരാണ് കഷ്ടക്കാര്? പ്രസംഗകാരാ. ഇതല്ലേ യാക്കോബ് 3:1 പറയണേ. യാക്കോബ് 3:1 പറഞ്ഞ എന്തുവാ? നിങ്ങളിൽ അനേകർ ബൈബിൾ ടീച്ചേഴ്സ് ആകരുത്, ഉപദേഷ്ടാക്കന്മാർ ആകരുത്. എന്താ കാര്യം? അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങൾ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ഈ അന്ത്യകാലത്ത് ഉപദേഷ്ടാക്കന്മാരുടെ എന്താ പറയാ, അവരെ മൾട്ടിപ്ലൈ ചെയ്തങ്ങ് പെരുകുകയാണ്. ഈ ഫ്യൂഷൻ നടക്കുന്നത് പോലെ, ന്യൂക്ലിയർ ബോംബിന്റെ പ്രിൻസിപ്പിൾ പോലെ, അത് ഒന്നിങ്ങനെ പെരുകി കൂടുന്നത് പോലെയാ. ഇന്ന് വാലെടുത്തതൊക്കെ വെളിച്ചപ്പാടുന്ന രീതിയിലായി മാറി. ഇത് കർത്താവ് ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണെന്ന് പോലും അറിയാതെ എല്ലാവരും ശുശ്രൂഷകരായി. അധിക ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളുടെ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. കഷ്ടം എന്ന് പറയുന്നത്. കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് കഷ്ടം. ഇനി അടുത്തത് 17-ാം വാക്യം. മൂഢരും കുരുടരുമായുള്ളവരെ, ഏത് വലിയത്? സ്വർണമോ, സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? മൂഢന്മാർ. യേശുക്രിസ്തു വിളിക്കുന്ന കേട്ടോ, പ്രസംഗര് മൂഢന്മാർ, കുരുടന്മാർ. ഏത് വലിയത്? അവര് പറഞ്ഞ സ്വർണം വലിയതെന്ന് പറഞ്ഞ. എല്ലാ വലുതും അവർ ചെറുതാക്കി, ചെറുതൊക്കെ വലുതുമാക്കി. ഇതൊരു ഓപ്പോസിറ്റ് സ്പിരിറ്റ് ആയി വർക്ക്. എല്ലാം ബൈബിളിലെ തലതിരിക്കും, എല്ലാം തലതിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യനേക്കാൾ വാല്യൂ ഇപ്പൊ ആർക്കാ? മൃഗത്തിനായി. വലുതിനെ തലതിരിക്കും, വലുതിനെ ചെറുതാക്കി, ചെറുതിനെ വലുതാക്കും. പലരും കംപ്ലൈന്റ് ചെയ്യുന്നു, ഒരു കാര്യമില്ല. അനേകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ഈ അന്ത്യനാളിൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരിക്കല് ഞാൻ ഇടുക്കിക്ക് യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. കുറച്ച് പന്നികളുടെ പടമൊക്കെ ഉണ്ട്. അതില് ഇങ്ങനൊരു ക്യാപ്ഷൻ എഴുതി വെച്ചിരിക്കുകയാണ്: 1000 മനുഷ്യർ മരിച്ചാലും ഒരു പന്നിക്ക് പോലും ഒരു ദോഷം വരരുത്. അവരൊരു ഹാസ്യ രൂപത്തിൽ എഴുതിയേക്കണേ. കാരണം മനുഷ്യന് വിലയില്ലെന്നും പന്നിക്കാണ് വിലയെന്നും. അവിടെയുള്ള അനേകരുടെ തോട്ടങ്ങളൊക്കെ ഈ പന്നികൾ കുത്തി നശിപ്പിക്കുക. പക്ഷെ അത് കണ്ട അധികാരികൾ കണ്ണടയ്ക്കുന്നു എന്ന് അറിയിക്കുന്ന, പക്ഷെ മനുഷ്യരെ പന്നി കുത്തി വളർത്തുന്ന രംഗം ഞാൻ കണ്ടിട്ടുണ്ട് വയനാട്ടില്.
കുത്തിമർത്തി കളയുന്നത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. മനുഷ്യൻ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മൃഗങ്ങൾക്കൊന്നും പറ്റരുത്. അപ്പൊ എല്ലാം തലതിരിയുന്ന ഒരവസ്ഥയാണ് എല്ലാ മേഖലയിലും. ഇതിനെ നേരെയാക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇതാണ് പൗലോസ് പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നത്. ലോകത്തെ തലകീഴായി മറിക്കുന്നവരോട് വന്നിട്ടുണ്ട്. അതായത് തലകീഴായിരിക്കുന്ന ലോകത്തെ നേരെയാക്കുന്നവരോട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയാണ്, ഏത് വലിയത് നിങ്ങൾക്ക് കാഴ്ചയില്ല, നിങ്ങൾ കുരുടന്മാരാ. മൂഢരും കുരുടന്മാരുമായുള്ളവർ ഏത് വലിയ സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ. പിന്നെ താഴേക്ക് കർത്താവ് വീണ്ടും 19-ാം വാക്യത്തിൽ പറയുകയാണ്, കുരുടന്മാരായുള്ളവരെ ഏത് വലിയത് വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ. അപ്പൊ എല്ലായിടത്തും വിളിക്കുന്ന കുരുടന്മാരായ വഴികാട്ടികൾ. എന്നീ അവസ്ഥ വർദ്ധിച്ചിട്ടേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല. കുരുടന്മാരായ വഴികാട്ടി. അപ്പൊ വഴികാട്ടികൾ കുരുടന്മാരായാൽ അവരുടെ പുറകെ യാത്ര ചെയ്യുന്നവർക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞേ? അവരെല്ലാവരും കുരുടന്മാരായിരിക്കും. എന്നിട്ട് എന്ത് പറ്റിയവർക്ക്? അതിന്റെ 13-ാം വാക്യം വായിച്ചെടുത്ത സിസ്റ്റർ, അതിന്റെ 13-ാം വാക്യം 21-13. ഈ കുരുടന്മാരുടെ പുറകെ പോയാൽ എന്തു പറ്റും? കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. മനസ്സിലായോ? ശ്രദ്ധിച്ചു കേട്ടോ? അപ്പോ ഇവിടെ പറയാണ്, വഴികാട്ടികൾ വഴി കാണിച്ച് എന്തടഞ്ഞുപോയി? സ്വർഗവാതിലേക്ക് അടച്ചു കളയും. സ്വർഗരാജ്യം അടഞ്ഞുപോയി അവർക്ക്. ഈ വഴികാട്ടികളും കാണുന്നില്ല. ഇവരുടെ പ്രസംഗം കേട്ട് ഇവരുടെ പിന്നാലെ പോകുന്നത് ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞ് പോയവരും കിടക്കുന്നില്ല. കാരണം ഈ ദൈവരാജ്യ പ്രസംഗം അല്ലെങ്കിൽ സ്വർഗരാജ്യ പ്രസംഗം ഞങ്ങൾക്കുള്ളതല്ലല്ലോ, അവനെതിരെ അവിടെ കിടക്കണല്ലേ എന്ന തരത്തിലാണ് പലരും. നിങ്ങൾ മനുഷ്യർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനമായ, അവരുടെ ദൈവത്വം അപ്പനോടുകൂടെ വർത്തിക്കേണ്ട സ്ഥലമായ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. അപ്പൊ കുരുടന്മാരായ വഴികാട്ടികൾ എന്ത് ചെയ്യുക? സ്വർഗരാജ്യം അടച്ചു കളയുക. അപ്പോ സഹോദരങ്ങളെ, പൗലോസ് പറയുന്ന പോലെ, ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് നല്ലത് ആഗ്രഹിക്കും. നിങ്ങളെല്ലാം വളരെ വ്യക്തമായ കാഴ്ചപ്പാട്, ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുള്ളവരും, നിങ്ങളും നിങ്ങളെ ദൈവത്തിലുള്ള നിങ്ങളുടെ ആളുകളല്ല, ദൈവത്തിന്റെ ആളുകളും അവിടെ എത്തണം, ലക്ഷ്യത്തിലെത്തണം. ഈ ഒരു ആഗ്രഹവും അതിലേക്ക് ജനത എത്തിപ്പാനുള്ള സുബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോ പറഞ്ഞു വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് മനുഷ്യർ കുരുടന്മാരാണ്. അതായത് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണുവാൻ കഴിയാത്ത, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കുന്നതിലേക്ക് അവരെ എത്തിക്കുന്ന വഴിയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ആത്മീക അവസ്ഥയാണ് അവരുടേത്. കുരുടന്മാരാണ്. അപ്പൊ ആദ്യം കുരുടന്മാരായവർ അത് സമ്മതിച്ചെങ്കിൽ മാത്രമല്ലേ അവർക്ക് കാഴ്ച ലഭിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. കുരുടന്മാരും പറയുന്നത് ഞങ്ങൾ കാണുന്നു എന്നാണ്. അപ്പൊ കർത്താവ് പറയുന്നു, നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അധികം പാപമുണ്ട്. നിങ്ങൾ ആയിരുന്നെങ്കിൽ എന്നായിരുന്നു. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കാണുന്നു എന്ന്. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾ നരകത്തിലേക്ക്, നിങ്ങളുടെ പുറകെ നിങ്ങളെ വിശ്വസിച്ച് കൂടുന്നവരും നരകത്തിലേക്ക്. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ആദ്യം മനസ്സിലാക്കാൻ നമ്മൾ ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ കേട്ടു സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിൽ കുരുടന്മാരായവർക്ക് എത്താൻ കഴിയത്തില്ല, കാഴ്ച ലഭിക്കണം. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എന്താണ് പ്രകാശം? ആ പ്രകാശത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. എങ്ങനെ കാഴ്ച ലഭിക്കാം? ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ വചനം
വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. അതിന് 17-18 വാക്യങ്ങളിൽ ലവോദിക്കിയ സഭയോട് പറയുകയാണ്, സഭയെ നീ കുരുടനാണ്, നിനക്ക് കാഴ്ച ലഭിപ്പാൻ എന്ത് ചെയ്താൽ പറ്റും എന്നാണ് കുറിച്ച് പറയുന്നത്. റെവലേഷൻ വെളിപ്പാട് 3:17-18. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധത്തിലെടുക്കാം. അവിടെ പറയാണ്, നീ കുരുടനാണ്, നീ നിർഭാഗ്യനാണ്. ഭാഗ്യം ആരെ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഈ ലോകപ്രകാരം വിളിക്കുന്നത്? ഓർക്കാപ്പുറത്താണോ ആ 1 കോടിയുടെ ലോട്ടറി അടിച്ചത്? ഇപ്പോ നീ ഭാഗ്യവാനാട്ടാ. ഇനി നിർഭാഗ്യോ? തനിക്ക് തന്റെ കയ്യിൽ കുറെ കോടികൾ ഉണ്ടായിരുന്നു, വീണ്ടും കുറെ കോടികൾ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു നിയമം വന്ന് തന്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്യുവാണെന്നും പറഞ്ഞുകൊണ്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പോഴാണ് തന്റെ സ്വത്തുക്കൾ ജപ്തി ചെയ്യുന്നത്. അപ്പൊ ആൾ പറയും നിർഭാഗ്യൻ. മത്തയി 20-21 ന്യായവിധിയിൽ ക്രിസ്തീയ കോളത്തിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. യേശുവിനെ കർത്താവെ വിളിച്ചവരും സുവിശേഷകരും രോഗികളെ സൗഖ്യമാക്കിയവരും ഭൂതങ്ങളെ പുറത്താക്കിയവരും പ്രവചിച്ചവരും ഒക്കെ ഉണ്ട്. ഇപ്പൊ സ്വർഗരാജ്യം കിട്ടുമെന്ന് പറഞ്ഞില്ല അവരിരുന്നേ. പെട്ടെന്നായിരുന്നു അവരുടെ കർത്താവ് പറഞ്ഞ ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് അറിഞ്ഞിട്ടില്ല, എന്നെ കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്ന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നുള്ളൂ. എന്റെ ദൈവമേ, കിട്ടും എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വർഗരാജ്യം തേടാ പോയി. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് ലവോദിക്കിയ സഭയിലെ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസി നീ അറിയാതിരിക്കുകയാ. അത് പിന്നെ ഏത് സഭയിലായാലും ആകട്ടോ, നീ അത് ശ്രദ്ധിക്കുക, അത് നീ അറിയാതിരിക്കാൻ. മനസ്സിലായോ? ഇതാണ് കുരുടത്തിന്റെ പ്രത്യേകത. ഇത്രയ്ക്ക് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല. ഒരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആളുകൾ ഉണ്ടാക്കി കഥയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തനിക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ ഉടുപ്പ് വേണം. ആളുകൾ എത്ര ശ്രേഷ്ഠകരമായ കൊടുത്താലും ഈ പുള്ളിക്കാരെ അത് പുച്ഛിച്ചതാണ്. ഞാൻ കേട്ട കഥയാണ്, സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അവസാനം ഒരാളിട്ട് ഒരു ഉടുപ്പ് കൊടുത്തു. ആ ഉടുപ്പ് കാണാൻ പറ്റത്തില്ല, അതങ്ങ് ഇട്ട് കഴിയാൻ പറഞ്ഞു. പുള്ളി ഇട്ടു, ഇനി നടന്നപ്പോൾ എന്ത് ഭംഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതൊരു സങ്കല്പിക ഉടുപ്പായി. അങ്ങനെ രാജാവ് തെരുവിലൂടെ നടക്കുക, തന്റെ ഉടുപ്പും കാണിച്ച്. ശരിക്കും ആ ഉടുപ്പ് എന്ന് പറയുന്നത് ഒരു നഗ്നമായ ഒരു ഉടുപ്പാണ്. ഈ രാജാവിന്റെ ഇതാ ഏറ്റവും ശ്രേഷ്ഠത. കാരണം തന്നെ പറഞ്ഞു പഠിപ്പിച്ചാൽ അങ്ങനെയാണല്ലോ. ഇന്ന് പലരെയും പറഞ്ഞു പഠിപ്പിച്ചിരിക്കുക, നീ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് കൈപൊക്കി കാട് പിന്നിത് വെള്ളത്തിൽ മുങ്ങിയാ നീ സ്വർഗ്ഗരാജ്യത്തിൽ പോകുന്ന പറഞ്ഞാണ് പഠിപ്പിച്ചേക്കുന്നത്. യേശുക്രിസ്തു അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല, ബൈബിളിലും അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. ബൈബിളിൽ യേശു പറഞ്ഞത് സ്വർഗ്ഗരാജ്യം വേണോ, എന്നെ കർത്താവേ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗരാജ്യം കിട്ടത്തില്ല, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യണമെന്നാണ് കർത്താവ് പറഞ്ഞു. അങ്ങനെയല്ലയോ ബൈബിളിലെ? നമ്മൾ വേറെയൊക്കെ പഠിച്ചു വെച്ചു, ഈ രാജാവിനെ പോലെ അല്ലേ? നമ്മൾ വേറെയൊക്കെ പഠിച്ചു വെച്ചു. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, കാർഡ് ഫില്ല് ചെയ്തു, ഞാൻ കൊടുത്തിട്ടുണ്ട്, സഭയിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ സ്നാനവും പെട്ടിട്ടുണ്ട്, ഇനി സ്വർഗം ഉറപ്പാന്നാ അച്ഛൻ പറഞ്ഞത്, ഭാഷ പറഞ്ഞത്. ഈ രാജാവിനെ പറ്റിച്ചതുപോലെ ആരെങ്കിലും നമ്മൾ പറ്റിച്ചോ? യേശുവിനെ കർത്താവായി സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞകാല ഒറിജിനൽ ആയിരിക്കണം കേട്ടോ. കഴിഞ്ഞകാല പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് സൗജന്യമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞകാല ഭാവിയിലെ ദൈവരാജ്യം കിട്ടുമെന്നല്ല എന്റെ അർത്ഥം. ദൈവരാജ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ
യേശു കർത്താവ് പറയാണ്, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ രാജാവിനെ ഏതോ ഒരാൾ പറ്റിച്ച് നഗ്നമായ എല്ലാം കാണുന്ന രീതിയിൽ ഒരു ഉടുപ്പ് പോലത്തെ എന്തോ കൊടുത്തിട്ട് പറഞ്ഞു നടന്നോളാൻ പറഞ്ഞു. അപ്പൊ രാജാവിന്റെ ചിന്ത എന്ന് പറയുന്നത് തന്നെ ആരും കാണുന്നില്ല, താനിതൊന്നും അറിയുന്നില്ല. അതവിടെ പറയുന്നത്, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുക. അറിയുന്നില്ല, നീ കുരുടനാ. ആ രാജാവിന് കാഴ്ച ഉണ്ടെങ്കിൽ രാജാവ് പറയത്തില്ലേ, എന്തുവാണ് നീ കൊണ്ട് തന്നേക്കണേ, എന്റെ നഗ്നമുള്ള കാണാലോ, എന്റെ തല വെട്ടെന്ന് പറയത്തില്ലേ? കാരണം എന്നെ അപമാനിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന സാധനം. പക്ഷെ ഇന്ന് നീ അറിയുന്നില്ല, സഭയോട് പറയുന്നത്, നീ അറിയുന്നില്ല ഇതൊന്നും. ഈ പറയുന്നത് ഞാൻ ഭയങ്കര സമ്പന്നനാ, ഞാൻ എല്ലാം കാണാൻ എനിക്ക് പറ്റും എന്നൊക്കെയാ നീ പറയണേ. ഞാൻ ദരിദ്രനൊന്നുമല്ല, ഭാഗ്യവാനാ. ഇവിടെ പറയണം, നീ ഇതൊന്നും അറിയുന്നില്ല, നീ ദരിദ്രനാ, നീ കുരുടനാ. എന്നിട്ട് പറയാണ്, നിനക്ക് കാഴ്ച ലഭിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? കാഴ്ച ലഭിക്കാൻ നീ എന്ത് ചെയ്യണം? എന്നോട് ലേപം വിലയ്ക്ക് വാങ്ങണം. ഈ കൺവെൻഷൻ എഴുതത്തില്ലേ, അതിനെക്കുറിച്ച് അതേപോലത്തെ എന്തോ നമുക്ക് ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യും. ഇത് സ്പിരിച്വലി ആയി പറയുന്നത്. അത് നീ വിലയ്ക്ക് വാങ്ങണമെന്ന്. വിലയ്ക്ക് വാങ്ങണം. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയാലേ കാഴ്ച ലഭിക്കൂ. മനസ്സിലായോ? യേശു ഇങ്ങനെ കാഴ്ച കൊടുത്താൽ അതിന്റെയൊക്കെ നിഴലൊക്കെ ബൈബിളിലുണ്ട്. കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കാൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടു ചെന്നപ്പോ യേശു ക്രിസ്തു ഉണ്ടാക്കിയ ലേപനം കണ്ടുണ്ടോ? ഓയിൽമെന്റ്. അതേപോലത്തെ ഓയിൽമെന്റ് ഒക്കെ കിട്ടും. ഓർമ്മയില്ല അല്ലേ? ഓയിൽമെന്റ് ഉണ്ടാക്കണ മെത്തേഡാണ്, യേശുവിന്റെ ഓയിൽമെന്റ് ഉണ്ടാക്കണ മെത്തേഡാണ്. അങ്ങനെ വന്ന സമയത്ത് എനിക്ക് കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന സമയം നേരെ തുപ്പുക, നേരെ താഴേക്ക്. എന്നിട്ട് അവിടെ ചേറുണ്ടാവും. ആ ചേറും തന്റെ തുപ്പലും കൂടി മിക്സ് ചെയ്യും. അതിന് മിക്സ് ചെയ്തിട്ട് കണ്ണി പെരട്ടി കൊടുക്കും. ഇതിനൊക്കെ വലിയ ആത്മീയാർത്ഥം ഉണ്ട് കേട്ടോ. ഭൗതിക തലത്തിൽ എടുത്താൽ വലിയ മണ്ടത്തരാണെന്നും യേശുവിന്റെ ചിലപ്പോൾ കരണത്തര അടിക്കുന്ന പോലെയൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ അപമാനിച്ചോ എന്നൊക്കെ ചോദിച്ചു പോകും. അപ്പൊ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ശീലാഹോളത്തിൽ ഇപ്പൊ കഴിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ചില ലേപനങ്ങളെ കിട്ടിക്കഴിയുമ്പോ യേശു ഉണ്ടാക്കുന്ന ഓയിൽമെന്റ്, യേശു പറയാണ് എന്നോടത് വിലയ്ക്ക് വാങ്ങണമെന്ന്. വില കൊടുക്കാതെ അങ്ങനെയൊന്നും കണ്ണിപ്പറ്റാൻ പറ്റത്തില്ല. അപ്പൊ കാഴ്ച കിട്ടും. അങ്ങനെ കാഴ്ച കിട്ടിയാൽ എന്താവും? ഈ ലോകത്തിന്റെ പ്രകാശമായി തീരും. കാരണം നീ കാണും. കാഴ്ച കിട്ടിയാൽ നീ കാണും. നീ കണ്ടത് നീ വിളിച്ചു പറയുമ്പോൾ നീ ലോകത്തിന്റെ പ്രകാശമായി തീരും. ഈ മെത്തേഡൊക്കെ അറിയണമെങ്കിൽ നിരന്തരം ഈ വചനം കേൾക്കണം. ഹല്ലേലൂയ. എനിക്ക് ഇതുപോലെ ധാരാളം ലേപനമൊക്കെ കർത്താവ് വരട്ടി തന്നാണ് അവസാനം കാണാൻ പഠിച്ചത്, കണ്ണിന് കാഴ്ച കിട്ടിയത്. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ കണ്ണിന് കാഴ്ച കിട്ടിയാൽ ഇത് ഈ സാധാരണക്കാർക്ക് ഇതൊക്കെ വെറും പൊട്ടത്തരവും പോട്ടത്തരവും ഒക്കെ ആയിട്ട് തോന്നുന്നുള്ളൂ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതവർക്ക് മനസ്സിലാകത്തില്ല. വരം ലഭിച്ചവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പോ യേശു ക്രിസ്തു പറയുന്നത് കേൾക്കാം, ഇങ്ങനെ നമ്മളും ലോകത്തിന്റെ പ്രകാശമുള്ളവരായി തീരണം. യേശു ക്രിസ്തു പറയാണ്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോർഡ് ഐ ലവ് യു. വായിച്ചേ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. കേട്ടോ, ഇവിടെ പറയാണ്, യേശു ക്രിസ്തു പറയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു എങ്ങനെയാ ലോകത്തിന്റെ വെളിച്ചമാകുന്നത്? ഇതാ ഇവിടെ ട്യൂബ് ലൈറ്റ് ഉണ്ട്. ആ ട്യൂബ് ലൈറ്റ് ഈ മുറിയുടെ പ്രകാശമാണ്. യേശു പറയാണ്, ഞാൻ ലോകത്തിന്റെ, ഈ മുറിയുടെ അല്ല, ഈ മുറിയുടെ പ്രകാശമായി മാറുന്നത് ട്യൂബ് ലൈറ്റ്.
ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ തന്നിൽ എന്തോ പ്രകാശിക്കുന്നുണ്ട്. അതാണ് ഈ ട്യൂബ് ലൈറ്റിന്റെ ഉള്ളിൽ എന്തോ പ്രകാശിക്കുന്നുണ്ട്. അതാണ് ഈ വെളിച്ചം. യേശു എന്തോ പ്രകാശിക്കുന്നു. യേശു പറഞ്ഞത് അത് എനിക്ക് മാത്രം പറ്റുള്ളതല്ല പറഞ്ഞ, നിങ്ങൾക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. വ്രതം കിട്ടിയോ? അപ്പൊ യേശു എന്നൊരു മനുഷ്യൻ ഭൂമിയിൽ മറിയയുടെ മകനായി, ജോസഫിന്റെ മകനായി 30 വർഷം 29 വർഷം ജീവിച്ചു കഴിഞ്ഞിട്ടും ആർക്കും ഒരു പ്രകാശം കിട്ടിയില്ല. പക്ഷെ 30-ാമത്തെ വയസ്സ് മുതല് താൻ പ്രകാശമായി. വേദന വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലുള്ള കവർണവും, അങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം, ഇരുട്ടിൽ ഇരിക്കുക, അവർക്ക് വലിയൊരു പ്രകാശം. 29 വർഷവും യേശുവിൽ ഇങ്ങനെയൊന്നും കാണാനിട്ട് ദേടാ തന്റെ 30-ാമത്തെ വർഷ ശുശ്രൂഷ തുടങ്ങിയപ്പോ പ്രകാശം ഉദിച്ചു. ട്യൂബ് ലൈറ്റ് അങ്ങ് ഫാക്ടറിയിൽ നിന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞ് കടയെ കൊണ്ട് വെച്ചിരിക്കുക, പ്രകാശിക്കുന്നതേ ഇല്ല. 29 ദിവസം അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു പ്രകാശവും ഇല്ല. 30-ാമത്തെ ദിവസം ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി അത് ഇലക്ട്രിസിറ്റി കണക്ട് ഇട്ടു, സ്വിച്ച് ഓൺ ചെയ്തു, പ്രകാശമായി. യേശുക്രിസ്തു 29 വർഷം ജീവിച്ചു, ആർക്കൊരു പ്രകാശമില്ല. പക്ഷെ തന്റെ ശുശ്രൂഷ തുടങ്ങാം. ശുശ്രൂഷ തുടങ്ങുമ്പോ പിതാവ് തന്നെ ഏൽപ്പിച്ച ആ സന്ദേശം താൻ വിളിച്ചു പറയലും അവരെഴുതിയിരിക്കുന്നു. അത് കേട്ട ജനത്തിന് പ്രകാശം ഉദിച്ചു. എന്താണ് ആ പ്രകാശം? യേശു ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവിനെ പിതാവ് മാനവരാശിക്ക് ഒരുക്കിയിരിക്കുന്ന ആ ഭാവി അറിയുകയാണ്. നമുക്ക് അതിനെ ഓർപ്പിക്കാം വചനത്തിലൂടെ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 14 മുതൽ നമുക്ക് 14-15 വായിക്കാം. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ശ്രദ്ധിച്ചേ, സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും, അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം. അപ്പൊ ജനം എവിടെ ഇരിക്കുന്നത്? ഇരുട്ടിലായിരിക്കും, ഇരുട്ടില്ല. അവർ വലിയ ഒരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിൽ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. പ്രകാശം എന്താണെന്ന് അറിയണ്ടേ? യേശുക്രിസ്തു പലവട്ടം ഇതിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും. തന്റെ 29 വയസ്സിനിടയിൽ പലവട്ടം ഇതിലൂടെ പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ തന്റെ മരപ്പണി ബിസിനസ്സുമായുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളുടെ വീട്ടിൽ പോകാനുള്ള ബന്ധത്തിലോ ഒക്കെ ഇതിലൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു കാര്യം ഇപ്പൊ സംഭവിക്കുക. എന്താണാവോ അങ്ങനെ പ്രകാശം ഉദിച്ചത്? അതിന്റെ 17-ാം വാക്യം പറയും. തൊട്ട് താഴെ 17-ാം വാക്യം പറയുന്നു. എന്താണ് ആ പ്രകാശത്തിന്റെ കാര്യം എന്നറിയാമോ? അന്ന് മുതൽ ആണ്ടോ, അപ്പൊ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു തുടങ്ങി എന്ന് മുതൽ അന്ന് മുതൽ തന്റെ ചുറ്റുമുള്ളവർക്ക് താൻ ഒരു പ്രകാശമായി മാറി.
അപ്പോ എന്തായിരുന്നു യേശുവിലെ പ്രകാശം? പിതാവ് തന്നെ ഏൽപ്പിച്ച സന്ദേശം. അതാണ് പിതാവിന്റെ ഇഷ്ടം. മനസ്സിലായോ? മാനവരാശിക്ക് വേണ്ടി സ്വർഗസ്ഥ പിതാവ് ഒരുക്കിയിരിക്കുന്ന ഭാവി. ഇതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ചത്. മാനവരാശിക്ക് വേണ്ടി സ്വർഗസ്ഥ പിതാവ് ഒരുക്കിയിരിക്കുന്ന ഭാവി. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടുക. ചെറിയ ആട്ടിൻകുട്ടമേ, ഭയപ്പെടരുത്. കിങ്ഡം, മരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആ അപ്പനോടുകൂടെ ഒരുമിച്ച് ജീവിക്കുന്ന സുവിശേഷത്തിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. ആര് മുഖാന്തരം? ക്രിസ്തു മുഖാന്തരം നമ്മളെ വിളിക്കുകയാണ്. ദൈവപുത്രന്മാരായി, ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ അവകാശികളായി, ക്രിസ്തുവിന്റെ സഹോദരന്മാരായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി നമ്മൾ വിളിച്ചിരിക്കുക. ഇത് ഒരു ചർച്ചിലും പറയാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. കാരണം ഇത് പുസ്തകത്തിലുള്ളതാ, ബൈബിളിലുള്ളതാ. കാരണം പള്ളിയിൽ പറയുന്നത് വേറെ രീതിയിലാണ്. അതങ്ങനെ ആയിപ്പോയത് കൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളായും ക്രിസ്തുവിന്റെ സഹോദരങ്ങളായും ദൈവത്തിന്റെ അവകാശികളായും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായും എന്നൊക്കെ വിശുദ്ധ ബൈബിളിലുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് സഭയെ കൊണ്ട് ഇന്ന് എത്തിച്ചത് പിശാചാണ്. ഇനിയും അവന്റെ കയ്യിലെ കളിപ്പാവകളാകാതെ ബൈബിളിലുള്ളത് പറയാൻ പഠിക്കുക. പള്ളിയിൽ കേട്ടത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. പള്ളിയിൽ കേട്ടത് ബൈബിളിലുള്ളതാണെങ്കിൽ അതങ്ങ് പറഞ്ഞു. പള്ളിയിൽ കേട്ടത് ബൈബിളിൽ വിപരീതമാണ് എങ്കിൽ നമ്മൾ ബൈബിളിലുള്ളത് പറയുന്നതല്ലേ നമുക്ക് ആരോഗ്യം. അല്ലെങ്കിൽ നമ്മളെയും തള്ളിക്കളയത്തില്ലേ അവസാനം ക്രിസ്തു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. അതിന്റെ 17-ാം വാക്യം വായിച്ച സിസ്റ്ററെ. മത്തായി 14:17. എന്താണ് ആ പ്രകാശം? യേശുവിലെ എന്തായിരുന്നു ആ പ്രകാശം? അന്നു മുതൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്നു മുതൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ യേശുവിന്റെ ആദ്യ പ്രസംഗം സ്വർഗരാജ്യമാണ്, ദൈവരാജ്യമാണ്. ആദ്യ പ്രസംഗം അവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു വെളിച്ചമാണ്. ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു വെളിച്ചം. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇനി യോഹന്നാൻ 8:12 നമ്മൾ വായിച്ച ഭാഗം വീണ്ടും ഒന്ന് വായിക്കാം. അപ്പൊ യേശുവിന് അങ്ങനെയൊക്കെ പറ്റും ബ്രദറെ, നമുക്ക് പറ്റത്തില്ല എന്നാണോ? അല്ല, യേശു പറയാണ് നിങ്ങൾക്ക് പറ്റും. അതിന് ചെയ്യേണ്ടത് എന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കലല്ല, എന്നെ അനുഗമിക്കല. മനസ്സിലായോ? എന്നെ അനുഗമിക്കല. പള്ളിയിലാണ് പറയണത് യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ, പക്ഷെ ബൈബിളിൽ പറയണത് യേശു അനുഗമിക്കാനാ. ഇനി സ്തുതിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. മനസ്സിലായോ? ദൈവപുത്രന് വേണ്ട ബഹുമാനമൊക്കെ നമുക്ക് കൊടുക്കാം. വായിച്ച് 8:12, യോഹന്നാൻ 8:12. ഒന്നുകൂടെ പറഞ്ഞു മാസ്റ്ററെ. യോഹന്നാൻ 8:12. John chapter 8 verse 12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. കേട്ടോ, യേശു പറയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. അതെങ്ങനെയാണെന്ന് കേട്ടല്ലോ. എങ്ങനെ വെളിച്ചമായത്? പിതാവ് ഏൽപ്പിച്ച സാക്ഷാൽ ദൈവം വെളിച്ചമാകുന്നു. ആ വെളിച്ചമാകുന്ന ദൈവം ഏൽപ്പിച്ച സന്ദേശം, ആ സന്ദേശം അറിയിച്ച ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായി. ഇനി ക്രിസ്തു പറയാണ് നിങ്ങൾക്കും ആയിത്തീരാം. എങ്ങനെയാണ്? എന്നെ അനുഗമിക്കണം. ഇന്ന് വളരെ റയറായിട്ട് മാത്രം കേൾക്കുന്ന ഒരു സംഭവമാണ് യേശുവിനെ അനുഗമിക്കുക. എല്ലായിടത്തും കേൾക്കുന്ന യേശുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ബൈബിളില് അതല്ല നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ബൈബിളില് 25 പ്രാവശ്യത്തിലധികം 4 സുവിശേഷങ്ങളിൽ മാത്രം യേശുവെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു പ്രാവശ്യം പോലും യേശു അതിനെ സ്തുതിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ യേശുവെ സ്തുതിക്കുന്നത് യാതൊരു തെറ്റുമില്ല. പിതാവിന് കൊടുക്കുന്ന പോലെ ബഹുമാനം പുത്രന് കൊടുക്കാം. ഓക്കെ, പക്ഷെ പിതാവിനെ ഒഴിവാക്കിയിട്ടാകരുത്, പിതാവിന് ബഹുമാനം കുറച്ചിട്ടാകരുത്. ഇന്ന് ചെയ്യുന്നത് പോലെ പകരം പിതാവിനെ ബഹുമാനിച്ചിട്ട് അതേപോലെ പുത്രനെ ബഹുമാനിക്കാം എന്നാണ് ബൈബിളിലെ വ്യവസ്ഥ.
അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. യേശുക്രിസ്തു പറഞ്ഞത്, എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാണ്. അല്ലാതെ പള്ളിയിൽ പറയുന്നത് കേട്ടെന്നല്ല. അപ്പോ വചനത്തിൽ എഴുതിയിട്ടുള്ളത് പള്ളി പറയുന്നെങ്കിൽ കേൾക്കാം. അല്ല, വചനത്തിൽ എഴുതിയെന്നും പറഞ്ഞു പള്ളി പറയുന്നുണ്ടെങ്കിൽ വരവരുള്ളവരെ പോലെ അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കേണ്ടത് അവനവന്റെ കടമയാണ്. അങ്ങനെ തന്നെയാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കുക. അല്ല എങ്കിൽ ബൈബിളിൽ എന്നാ പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കുക കേട്ടോ. അപ്പോ അവിടെ യേശു പറയാണ്, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാണ്. എങ്ങനെയാണ്? പിതാവ് തന്നെ ഏൽപ്പിച്ച ഈ മനുഷ്യരെ കുറിച്ചുള്ള ഭാവി അത് ഈ മനുഷ്യരെ അറിയിക്കുക. അവിടെ എങ്ങനെ എത്തിച്ചേരണമെന്ന് ഈ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു പ്രകാശം ഉദിക്കുക. യേശു പറയാണ്, എനിക്ക് മാത്രമേ പറ്റുള്ളൂ. ഇല്ല, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോ പ്രിയ സഹോദര, പ്രിയ സഹോദരി, മോനെ മോളെ, നിനക്കും ജീവന്റെ വെളിച്ചമുള്ളവനാകാൻ പറ്റും യേശുവെ പോലെ. നിനക്ക് ജീവന്റെ വെളിച്ചമുള്ളവനാകാൻ പറ്റും യേശുവെ പോലെ. എന്ത് ചെയ്യണം? യേശുവെ അനുഗമിക്കാൻ തുടങ്ങണം. യേശുവെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നേ? മോനെ മോളെ, നമ്മുടെ കുരുടത്തം മാറും. യേശു അനുഗമിക്കാൻ തുടങ്ങുമ്പോ ആ യേശുവെ അനുഗമിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ, യേശു അനുഗമിക്കുന്നത് പലപ്പോഴും യേശു പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശം എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ. യേശുവെ അനുഗമിക്കുന്നത് തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശം എടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ എന്നാ ഉണ്ട്? സഹനമുണ്ട്. സഹനത്തിലൂടെയാണ്. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും തോക്കണം. ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെ ഇഷ്ടം നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോകുമ്പോൾ സഹനത്തിലൂടെ പോകേണ്ടി വരും. അപ്പൊ സഹനത്തിലൂടെ പോയി കഴിഞ്ഞാൽ ലേപനം കിട്ടും, കണ്ണിപ്പെട്ട ലേപനം കിട്ടും. പലപ്പോഴും പല താഴ്ചയിലൂടെ പോകേണ്ടി വരും, അപമാനത്തിലൂടെ പോകേണ്ടി വരും. അപ്പൊ എന്തു പറ്റും? കണ്ണിപ്പെട്ട ലേപനം കിട്ടും. ഇതാ യേശു പറഞ്ഞേ, അതെന്നോട് വിലക്ക് വാങ്ങാൻ. നിന്റെ കുരുടത്തം മാറാൻ കാഴ്ച ലഭിക്കേണ്ടതിന് ലേപം എന്നോട് വിലക്ക് വാങ്ങ. അത് വേറൊന്നുമല്ല, യേശുവെ അനുഗമിക്കുമ്പോൾ പല അപമാനത്തിന്റെ അവസ്ഥയിലൂടെയും ഈ അപമാനത്തിന്റെ അവസ്ഥയിലൂടെ പോകുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണം, തിരിച്ചു ചെയ്യണം എന്ന് തോന്നുമ്പോ യേശുക്രിസ്തു പറയും, താൻ ത്യജിക്കാൻ പറയും. അപ്പോ വീണ്ടും തോക്കണം. അങ്ങനെ പല സഹനങ്ങളുടെയും തോൽവിയുടെ അവസ്ഥയിലൂടെ കടന്നുപോയി ദൈവിഷ്ടം നാം നിവർത്തിക്കുമ്പോൾ അതാണ് യേശു അനുഗമിക്കുന്ന നടക്കുന്നത്. അതാ യേശു പറയുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ, അപ്പൊ ലൊക്കേഷൻ മാറും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ, ലൊക്കേഷൻ മാറും. നമ്മൾ നേരത്തെ കേട്ടു ലൊക്കേഷനെ കുറിച്ച്. നമ്മുടെ സോൾ ആയിരിക്കുന്നത് 24 മണിക്കൂറും ഇരുട്ടില്ല. നമ്മുടെ ശരീരമായിരിക്കുന്നത് 12 മണിക്കൂർ ഇരുട്ടിലും 12 മണിക്കൂർ വെളിച്ചത്തിലോ. 12 മണിക്കൂർ സൂര്യന്റെ പ്രകാശമുണ്ട്, 12 മണിക്കൂർ ഇല്ല. നമ്മുടെ സോൾ ആയിരിക്കുന്നത് 24 മണിക്കൂറും ഇരുട്ടില്ല. വീണ്ടും ജനിച്ചവന്റെ സ്പിരിറ്റ് ആയിരിക്കുന്നത് 24 മണിക്കൂറും പ്രകാശത്തിലാണ്. യേശുക്രിസ്തു ആയിരിക്കുന്നത് ദൈവരാജ്യത്തില. ദൈവരാജ്യം പ്രകാശം, പൈശാചിക രാജ്യം ഇരുള. ഭൗമമണ്ഡലം, ഭൂമിമണ്ഡലം 12 മണിക്കൂർ പ്രകാശവും 12 മണിക്കൂർ ഇരുളുക. അത് ഭൗതികമാണ്, മറ്റത് രണ്ടും ആത്മീയമാണ്. അപ്പൊ ഇവിടെ യേശു പറയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ, ലൊക്കേഷൻ മാറി ലോകത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കായി ലൊക്കേഷൻ. ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ഇത് കിട്ടുന്നവർക്കായി സ്തോത്രം. അനേകർക്ക് ഇത് വരുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇത് കിട്ടുന്നില്ല. ഇത് കിട്ടുന്നവർക്കായി സ്തോത്രം. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരാ, ദേവദാസിയെ, മക്കളെ, നിങ്ങൾക്ക് ജീവന്റെ വെളിച്ചമുള്ളവനാണോ?
യേശു അനുഗമിക്കാം, യേശു അനുഗമിക്കാം കേട്ടോ, യേശു അനുഗമിക്കാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുരുടത്തം മാറും, കണ്ണിലെഴുതാൻ ലേവനം നമുക്ക് കിട്ടും. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പോ യേശുവിന് മാത്രമല്ല പ്രകാശമാകാൻ കഴിയുന്നത്, നമുക്കും പ്രകാശമാകാൻ കഴിയും. ഇതുകൊണ്ടാണ് മത്തായി 5:17 ഞാൻ ചിന്തിക്കുന്നു, അവിടെ യേശുക്രിസ്തു പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമായി തീരും. ഓ ഫാദർ വി താങ്ക് യു. എന്ന് നോക്കിക്കോട്ടെ. ഓ ഫാദർ വി ലവ് യു, ലോർഡ് ഐ ലവ് യു. അതിന്റെ 14 വായിച്ചാണ്, 5:14. ഒന്നുകൂടെ പറയാം പാസ്റ്ററെ. മത്തായി 5:14. മത്തായി 5:14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലെ. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പോ സഹോദരങ്ങളെ, നമുക്ക് പറ്റുമോ? പറ്റും. ഇതാ എന്ത് ചെയ്യണം? എന്താ ചെയ്യാൻ യേശു പറഞ്ഞത്? യേശുവിനെ സ്തുതിക്കാനാണോ അനുഗമിക്കാനാണോ? ശ്രദ്ധിച്ച് കേൾക്ക്. പള്ളി പറയുന്നത് കേട്ടിട്ട് ബൈബിളിൽ പറയുന്നത് എടുക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് കാര്യം സാധിക്കാനിടയാകും, കാര്യം സാധിക്കാനിടയാകും. യേശു പറയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ പ്രകാശമുള്ളവനായി തീരും. അങ്ങനെയാണെങ്കിൽ ഗുണമല്ല. ഇത് സ്പിരിച്വൽ മെറ്റീരിയലാണ് മക്കളെ, സ്പിരിച്വൽ മെറ്റീരിയൽ. ഈ സ്പിരിച്വൽ മെറ്റീരിയൽ കൈ കിട്ടിയാൽ നീ ജീവന്റെ പ്രകാശമുള്ളവനായി തീരുന്ന, നിനക്ക് മറ്റുള്ളവർക്ക് കൊടുത്തുകൂടെ ഈ പ്രകാശം? മറ്റുള്ളവർക്ക് കൊടുത്തുകൂടെ ഈ പ്രകാശം? അങ്ങനെ മറ്റുള്ളവർക്ക് ഈ പ്രകാശം കൊടുക്കുമ്പോൾ നീ കൈകാര്യം ചെയ്യുന്ന ഫിസിക്കൽ മെറ്റീരിയൽ അല്ല. നീ ഒരു റെഡിമെയ്ഡ് കടയിൽ നിന്ന് റെഡിമെയ്ഡ് എടുത്ത് കൊടുക്കുകയല്ല, നീ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് കൊടുക്കുകയല്ല. അതൊക്കെ ഫിസിക്കൽ മെറ്റീരിയല, കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊക്കെ ദ്രവിച്ചും അവസാനിച്ചും പോകും ഉപയോഗം കൊണ്ട്. പക്ഷെ ഇത് സ്പിരിച്വൽ മെറ്റീരിയലാണ്. നീ ജീവന്റെ പ്രകാശമുള്ളവനാകും. നിനക്ക് അതിന്റെ ഒരു സപ്ലയറായി തീരാലോ, അതിന്റെ ഒരു സപ്ലയറായി തീരാലോ. ഹല്ലേലൂയ. ഇതാ യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അതിന്റെ ഒരു സപ്ലയറായി തീർന്നുകൂടെ? അപ്പൊ ഫിസിക്കൽ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ഡീലർഷിപ്പ് ഒക്കെ, കടയൊക്കെ നടത്തുന്ന, ബിസിനസ് ഒക്കെ ചെയ്യുന്നേ. സ്പിരിച്വൽ മെറ്റീരിയൽ വേണ്ടേ? എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. ഹല്ലേലൂയ. അപ്പോ എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഇത്രയും നേരം കേട്ട ആ കാര്യങ്ങള് വ്യക്തതയോടും തിരിച്ചറിയാം. ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. ഇനി നാം കേട്ട ആ ഭാഗം, ദൈവം വെളിച്ചമാവുന്നു, ദൈവം വെളിച്ചത്തിലിരിക്കുന്നു, മനുഷ്യൻ അവൻ ഇരുട്ടിലിരിക്കുന്നു. അപ്പോ ഇരുട്ടിലിരിക്കുന്ന നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലേ? നമ്മുടെ സഹോദരന്മാരെല്ലാവരും ഇരുട്ടിലിരിക്കുമല്ലേ? അപ്പൊ നല്ലൊരു അവസരമല്ലേ? നല്ലൊരു അവസരമല്ലേ? സ്പിരിച്വൽ മെറ്റീരിയൽ സെല്ല് ചെയ്യാനുള്ള നല്ലൊരു അവസരമല്ലേ? ഒരിക്കല് ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്. ഒരിക്കല് ഒരിടത്ത് ചെന്നപ്പോ, ഇത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ച്, ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇതാണ്. 2 പേര് ഒരു ഗ്രാമത്തിൽ പോയി. അവർ ചെരുപ്പ് കച്ചവടക്കാരാണ്. 2 പുതിയതായിട്ടുള്ള സെയിൽസ്മാൻമാരെ എടുത്ത് അവരെ ആ ഗ്രാമത്തിൽ വിട്ടു. ആരത്തവൻ പോയിട്ട് പറഞ്ഞു, മുതലാളിയോട് പറഞ്ഞു, മുതലാളി, നമ്മൾ അവിടെ കട തുടങ്ങിയ ജയിക്കാനൊന്നും പോകുന്നില്ല. കാരണം അവിടെ ആരും ചെരുപ്പ് ധരിക്കത്തില്ല. നമ്മളുടെ കടയും പൂട്ടും, നമ്മൾ മുടക്കിയ പൈസയും പോകും. രണ്ടാമത്തവൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, സാറേ, എന്നെ അവിടെ നിയമിക്കണം, നല്ല അവസരമാണ്. ആ നാട്ടിൽ ആർക്കും ചെരുപ്പിനെ കുറിച്ച് അറിയത്തില്ല, അവർ ചെരുപ്പ് നിരം ധരിച്ചിട്ടില്ല. നമ്മളവിടെ തുടങ്ങിയ ജയ. എന്റെ മക്കളെ, ആ കാഴ്ചപ്പാട് ഇവിടെ നമുക്കുണ്ടാകണം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു,
ജനം ഇരുട്ടിലിരിക്കുന്നു. നമ്മുടെ അപ്പൻ എവിടെ ഇരിക്കുന്നു? 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായത്തിൽ അതിന്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നു. ദൈവം വെളിച്ചത്തിൽ വസിക്കുന്നു. അപ്പൊ യേശു ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്തത് എന്തുവാ? പറഞ്ഞ ഉടനെ തന്നെ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് പ്രകാശം ഉദിച്ചു. വെളിച്ചത്തിലിരിക്കുന്ന അപ്പന്റെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് വാങ്ങിച്ച് ഇവിടെ സപ്ലൈ ചെയ്തു. ഉടനെ തന്നെ ബൈബിൾ എഴുതിയിരിക്കുക, ഇരുട്ടിലിരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചുള്ളൂ. കേട്ടോ? അപ്പൊ യേശു അല്ലേ ആ പ്രകാശത്തിന്റെ ഡീലർ? അല്ല, ഡിസ്ട്രിബ്യൂട്ടർ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഡീലറെങ്കിലും ആയിക്കൂടെ? ഡീലറെങ്കിലും ആയിക്കൂടെ? അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? യേശു പറയാണ്, എന്നെ അനുഗമിച്ചാൽ മതി, ഡീലറാകാം. അപ്പൊ നിങ്ങളൊരു ടയർ കമ്പനിയുടെ ഡീലർഷിപ്പ് എടുത്ത് ടയർ കച്ചവടം ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ പരിപ്പ് പാക്ക് ചെയ്യുന്ന പാക്കിംഗ് കമ്പനിയിൽ നിന്ന് പരിപ്പ് മേടിച്ച് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളായിരിക്കാം. അതൊക്കെ അവർ നടന്നോട്ടേന്നേ ഒരു സൈഡില്. അതൊക്കെ ദ്രവിച്ചു പോകുന്ന മെറ്റീരിയൽ അല്ലേ, എറ്റേണൽ മെറ്റീരിയൽ അല്ലല്ലോ. നമുക്ക് എറ്റേണൽ മെറ്റീരിയൽ സപ്ലൈസ് ആയാലോ? 1 യോഹന്നാൻ 1:7 വായിച്ച സിസ്റ്റേ. 1 യോഹന്നാൻ 1:7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ. അപ്പൊ നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ടു, സെബൂലൂൻ ദേശം, നഫ്താലി ദേശം, അവിടേക്ക് ജനം ഇരുട്ടിലിരിക്കുന്നു, ദൈവം വെളിച്ചത്തിലിരിക്കുന്നു. വെളിച്ചത്തിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ദൈവപുത്രൻ ജനം ധരിച്ച് ഭൂമിയിലേക്ക് വന്നു. സപ്ലൈ ചെയ്യുന്ന മുഴുവൻ വെളിച്ചം, മൊത്തം വെളിച്ചം. സെബൂലൂൻ ദേശം, നഫ്താലി ദേശം ഉള്ള മനുഷ്യരുടെ ഉള്ളിൽ വെളിച്ചമായി. നമുക്കും അതേ കച്ചവടത്തിൽ ഇറങ്ങിയാലോ? യേശു നമ്മളെ ഇൻവൈറ്റ് ചെയ്യാ, ഡീലർഷിപ്പ്. താല്പര്യമുണ്ടോ? അതോ ഇതും ദുരുപദേശം എന്ന് പറഞ്ഞു കൊടുക്കുമോ? ഞങ്ങളുടെ പള്ളിയിൽ ഇതല്ല പറഞ്ഞെന്ന് പറഞ്ഞു കൊടുക്കുമോ? ഞങ്ങളുടെ പള്ളിയിൽ സ്തുതി ആരാധനയാണ്, അതാണുള്ളത്. നമ്മുടെ പുതിയ നിയമത്തില് എന്താണുള്ളത് നിങ്ങൾ നോക്കുക ആദ്യം, കേട്ടോ? പുതിയ നിയമത്തിൽ എന്താണുള്ളതെന്ന് നോക്കുക. എന്നിട്ട് പള്ളി പറഞ്ഞത് ബൈബിളിലുണ്ടെന്ന് നോക്ക്, അതില്ലെങ്കിൽ ബൈബിളിലുള്ളത് ഏറ്റെടുക്കുക. ഓക്കെ? എന്നിട്ട് അതിന് പ്രാധാന്യം, എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മള് ഈ വലിയൊരു സബ്ജക്റ്റിന്റെ ചെറിയൊരു ഭാഗം, പില്ലറുകൾ, കോളങ്ങൾ ഇട്ടിട്ട് പോവുക പഠിക്കാനായിട്ട്. കാര്യം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സത്യം അറിയുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ അതിലൂടെ പണിയാനായിട്ട് ഇടയാറുള്ളത്. കർത്താവ് പറഞ്ഞല്ലോ, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോ ഇന്ന് ദൈവം നമ്മളെ പഠിപ്പിച്ചത്, മനുഷ്യരെല്ലാം കുരുടന്മാരാണ്. അതവരുടെ വ്യക്തിപരമായ അവസ്ഥയാണ്. അത് മാറാൻ എന്ത് ചെയ്യണമെന്നും യേശുക്രിസ്തു പറഞ്ഞു. കണ്ണിലെഴുതാൻ എന്നോട് ലേപനം വിലയ്ക്ക് വാങ്ങണം. ചുമ്മാ ഒന്നും കിട്ടത്തില്ല, കൈയടിച്ച് പാട്ടിയൊന്നും കിട്ടത്തില്ല, വിലയ്ക്ക് വാങ്ങണം. എങ്ങനെയാണ് ആ വിലയ്ക്ക് വാങ്ങുന്നതെന്നും കർത്താവ് പറഞ്ഞു. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയാൽ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമോ? അതെങ്ങനെയാണെന്ന് പറഞ്ഞു, എന്നെ അനുഗമിക്കണം. എന്നെ അനുഗമിക്കുന്നത് ഇരുളിൽ നടക്കാതെ ലോകത്തിന്റെ വെളിച്ചമുള്ളവനാണ്. അതായത് ഇരുളിൽ നടക്കുക, അല്ലാത്തവനൊക്കെ ഇരുളിൽ നടക്കുക. യേശുവിനെ അനുഗമിക്കാത്തവനൊക്കെ ഇരുളിൽ നടക്കണേ. യേശുവിനെ അനുഗമിക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നവനായി തീരും. അപ്പൊ അനുഗമനത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ? അങ്ങനെ യേശുവെ അനുഗമിക്കുക, അതിലൂടെ നമുക്ക് വെളിച്ചം നടക്കാൻ പറ്റും. അതിന് ഡീറ്റെയിൽ ഇനിയുണ്ട് ധാരാളം, എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്. തുടർന്ന് നാം കേട്ടു, ദൈവം വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചം നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ ധാരാളം വെളിച്ചം കിട്ടും നമുക്ക്. ആ വെളിച്ചം കൊണ്ടുവന്ന് ഇപ്പൊ നിങ്ങൾ ഇന്ന് കേട്ടതും ധാരാളം കാര്യങ്ങൾ ലോക ജീവിതത്തിൽ ഇതുവരും കേൾക്കാത്തതല്ലേ? മൊത്തം വെളിച്ചോ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതാ ആ കാഴ്ച നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ വെളിച്ചം കിട്ടും സ്വർഗരാജ്യത്തിൽ നിന്ന്. അത് ഇരുട്ടുള്ള ഭൂമിയിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യുക, ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യുക, വിളിച്ചു പറയുക. അങ്ങനെ ഇത് കേൾക്കുന്നവർക്ക് അത് ഹൃദയത്തിൽ വെളിച്ചമായി തീരും. അങ്ങനെ നിങ്ങൾ എറ്റേണൽ മെറ്റീരിയലിന്റെ ഒരു ഡീലറായി, സപ്ലയറായി തീരും. അത് നിത്യപ്രയോജനമുണ്ട്, നിത്യമായ പ്രയോജനം, കേട്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഈ സന്ദേശം വീണ്ടും തുടരുന്നതായിരിക്കും. ചില ആഴ്ചകളിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഈ ടൈറ്റിൽ തന്നെ. കാരണം അതിലേക്ക് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട പ്രാക്ടിക്കൽ ദൈവരാജ്യ ശുശ്രൂഷ പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് നമ്മളെ തന്നെ ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം.
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന ചിന്തകൾക്കായി നന്ദിയോടെ സ്തോത്രം. വെളിച്ചത്തിന്റെ ഡീലേഴ്സായി തീരുവാൻ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമായതുപോലെ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയതുപോലെ, ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കീഴിലെ ഡീലേഴ്സായി, വെളിച്ചത്തിന്റെ സപ്ലൈസായി തീരുവാൻ യേശുവെ അനുഗമിക്കാൻ യേശു ഞങ്ങളോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ പള്ളികളിൽ അതെല്ലാം എടുത്തു മാറ്റിയിട്ട് യേശുവെ സ്തുതിക്കുന്നതാക്കി മാറ്റി. പ്രിയ നല്ല പിതാവേ, പിശാചിന് ഞങ്ങൾ ഇനി വീണ്ടും ഇടം കൊടുക്കാതെ യേശുവെ അനുഗമിച്ച് ഈ ലോകത്തിന്റെ പ്രകാശമായി തീരും. അങ്ങനെ ക്രിസ്തയേശുവിലൂടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുരുടന്മാരായ വഴികാട്ടികളാൽ വഴികാട്ടപ്പെട്ട് അവര് ഞങ്ങൾ ഒരുമിച്ച് നരകത്തിൽ വീഴുന്ന ഒരു കാഴ്ചയാണല്ലോ ബൈബിളിൽ കാണുന്നത്. 21, 22, 23 ഞങ്ങളത് കാണുന്നു. നിങ്ങൾ അവർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, കുരുടന്മാരായ വഴികാട്ടികളെ. ഒരു പള്ളിയിലും ഇത് വായിക്കുന്ന ഞങ്ങൾ കേട്ടിട്ടില്ല. എങ്കിലും അങ്ങയുടെ പുത്രനായ ക്രിസ്തു ഇവിടെ വന്നത് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ബൈബിളിലുമുണ്ട്. ഈ നാളുകളിൽ പുസ്തകത്തിലുള്ളത് പറയുവാൻ, ബൈബിളിലുള്ളത് പറയുവാൻ ഞങ്ങൾക്ക് ധൈര്യം തരണം. ഈ കേട്ട വചനം നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുരുടത്തെ മാറുവാൻ സഹായിക്കണമേ. പ്രകാശത്തിന്റെ സപ്ലൈസായി തീരുവാൻ സഹായിക്കണം. പിതാവേ, ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ കരങ്ങളിൽ. ദുഷ്ടൻ വാഴുന്ന ഈ ലോകത്ത് ജീവിതം ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ പ്രയാസത്തോടുകൂടി, ടെൻഷനോടുകൂടി ഇറങ്ങുന്ന അനേകം മക്കളുണ്ട്. എങ്ങനെ ഇന്ന് അവസാനിപ്പിക്കുമെന്ന് ചിന്തിക്കുന്ന അനേകം മക്കളുണ്ട്. അപ്പൊ അങ്ങവരെ സഹായിക്കണമേ, തുണയ്ക്കണമേ. അങ്ങ് അവർക്ക് ആശ്വാസമായി തീരണം. രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യമാക്കണം. കുടുംബകലഹങ്ങളിലായിരിക്കുന്നവരുണ്ട്, അങ്ങവരെ സമാധാനിപ്പിക്കണേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ, ഏതെങ്കിലും മേഖലയിൽ വാകൊണ്ടോ ഹൃദയം കൊണ്ടോ പാപം ചെയ്തിട്ടുണ്ടായിരിക്കും, ദൈവസത്തെ ക്ഷമ ചോദിച്ച് യേശുക്രിസ്തു രക്തത്താൽ കഴുകപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിത വിശുദ്ധി പ്രാപിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മുടെ അകത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാകുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളുടെ മേൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം കൽപ്പിക്കുകയാണ്. രോഗികൾ സൗഖ്യമുള്ളവരായി തീരട്ടെ, വേദനകൾ വിട്ടുമാറട്ടെ. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ കരം വെച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ ശരീരത്തിലെ രോഗങ്ങളോട് കൽപ്പിക്കുന്നു, മാറിപ്പോ. പൈശാചിക ഉപദ്രവം അനുഭവിക്കുന്നവരോട് കൽപ്പിക്കുന്നു, ആ പിശാചിനോട് കൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോവാൻ കൽപ്പിക്കുകയാ. ദൈവത്തിന്റെ ആലയമാണ്, നിന്റേതല്ല. വിട്ടുപോ. ഈ ജനത്തെ അനുഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സമാധാനം കൽപ്പിക്കുന്നു, ഹൃദയങ്ങളെയും നിലവുകളെയും ദൈവ സമാധാനത്തിൽ കാക്കുന്നു. ഇവരനുഗ്രഹിക്കുന്നു, ഒരനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് ഈ സന്ദേശം ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉപയോഗിച്ച് ഗോസ്ബൽ ടിവിക്ക് സ്തോത്രം. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ദൈവഹൃദയത്തിന് സന്തോഷമായി മാറുവാൻ ഇടയാകട്ടെ. സർവ്വ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഉപയോഗിച്ചതിനായി നന്ദി അപ്പ. താങ്ക് യു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കരങ്ങൾ നിങ്ങളുടെ സകല മേഖലകളിലും നിങ്ങളെ ശക്തിയോട് ഉപയോഗിക്കാനായിട്ട് ഇടയാകട്ടെ. യേശുവെ അനുഗമിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ജയം. ഹല്ലേലൂയ. ഇതിനായി ദൈവം ഉപയോഗിച്ച ഗോസ്ബൽ ടിവിക്ക് സ്തോത്രം. പ്രിയമകനെ മാലി ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം ഗോസ്ബൽ ടിവിയിലൂടെ മാസത്തിൽ 3 പ്രാവശ്യം നിങ്ങൾക്കുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് ധാരാളം സന്ദേശങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. SVJ KG ആൻഡ് NC ബൈബിൾ സ്കൂൾ, SVJ മെസ്സേജസ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുവെങ്കിൽ ധാരാളം സന്ദേശങ്ങൾ അതിലുണ്ട്. SVJ മെസ്സേജസ്, ഷാജി വി വെമ്പനാട്ട് ജെ ജോസഫ്, SVJ മെസ്സേജസ്. ഓക്കെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്കൂൾ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ സൗജന്യമായിട്ട് ടെലിഗ്രാം എന്ന പ്രോഗ്രാമിൽ നമ്മുടെ ബൈബിൾ സ്കൂൾ ഉണ്ട്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നെ ഒരു സ്റ്റുഡന്റ് ആകാം. ഞാൻ പോലും അറിയത്തില്ല. ഇപ്പോൾ ഓൾറെഡി 410 ക്ലാസ്സുകൾ അതിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ചിത്രങ്ങൾ അടങ്ങിയ ക്ലാസ്സുകളുണ്ട്. ആ ടെലിഗ്രാമിൽ നിങ്ങൾ, ആ പ്രോഗ്രാമിൽ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം,
SVJ KG and NC ബൈബിൾ സ്കൂൾ എന്ന് അടിച്ചു കൊടുക്കണം. SVJ ഷാജി വെങ്ങനാട് ജോസഫ്, KG എന്ന് വെച്ചാൽ കിങ്ഡം ഓഫ് ഗാഡ്, NC എന്ന് വെച്ചാൽ ന്യൂ ക്രിയേഷൻ ബൈബിൾ സ്കൂൾ. നിങ്ങൾക്ക് അതിൽ ഈ സന്ദേശങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തുവാനും കഴിയും. പിന്നെ അടുത്ത മാർച്ച് 2-ാം തീയതിയാണ് 2026 മാർച്ച് 2-ാം തീയതിയാണ് അടുത്ത റിട്രീറ്റ്. 7 ദിവസത്തിൽ നിങ്ങളെ എവരെ ക്ഷണിക്കുകയാണ്. ദൈവരായ സന്ദേശത്തെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ നല്ലൊരു ഫൗണ്ടേഷൻ സഹായിക്കും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായി തീരുവാനായിട്ട് സൃഷ്ടാവോട് കൂടെ നമുക്ക് ക്രിസ്തുവിൽ ഇരിക്കാൻ ഒരു അവസരം സുഹൃത്തുക്കളെ തരികയാണ്. ഈ സമയം നഷ്ടമാകരുത് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വീണ്ടും ട്യൂൺ ചെയ്താൽ ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശം കേൾക്കുവാനൊക്കെ വേണം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. അതിനായി ഇത്രയും സമയം നമ്മോടൊപ്പം ഈ ഗോസ്പൽ റിവ്യൂ എന്ന ചാനലിനോടൊപ്പം ആയിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ദൈവദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തന്റെ ദാസനെ ദൈവം ധാരാളമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. അനേകർക്ക് സത്യവെളിച്ചം പ്രകാശിപ്പിച്ച് നൽകുന്ന ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസനായിട്ട് വളരെയധികം പ്രയോജനപ്പെടുവാൻ തക്കണം. ദൈവം തന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ആഴ്ച വീണ്ടും ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. Thank you very much. Praise the Lord.